വീണ്ടും അധികാരത്തിലേറ്റാൻ ഇടയാക്കിയത് ഇനിയൊരു പ്രളയമുണ്ടാകുമെന്ന് ധരിക്കേണ്ട എന്നാണ് ആ പുരോഹിതൻ പറഞ്ഞതായിട്ട് കണ്ടത്. പുരോഹിതന്മാരുടെ ഇടയിലും ചിലപ്പോൾ ചില വിവരദോഷികളുണ്ടാവും എന്നതാണ് ആ വാചകത്തിലൂടെ വ്യക്തമാകുന്നത്. 11 വർഷത്തെ ഇടവേളയുണ്ട് ഈ രണ്ട് പരാമർശങ്ങൾക്കിടയിൽ. പാർട്ടി സെക്രട്ടറി എന്ന് മുഖ്യമന്ത്രി, മാറ്റമില്ലാത്ത ശൈലി, വ്യക്തിയധിക്ഷേപത്തിന്റെ, മാനുഷിക ബഹുമാനത്തിന്റെ, വാക്കുകളുടെ രാഷ്ട്രീയത്തിന്റെ പരിധിയും പരിമിതിയും അനുനിമിഷം നവീകരിക്കപ്പെടുന്ന കാലത്താണ് നമ്മുടെ സമൂഹത്തിലേക്ക് ഈ വാക്കുകൾ വന്നു പതിക്കുന്നത്. രാഷ്ട്രീയ വിമർശനമാണ് യാക്കോബായ മെത്രാപ്പൊലീത്ത നടത്തിയത്. രാഷ്ട്രീയ വിമർശനത്തിനൊരു ഭാഷയുണ്ട്. ആ ഭാഷ നിശ്ചയിക്കുന്നത് അവനവന്റെ രാഷ്ട്രീയവും അവനവൻ ചേർന്നു നിൽക്കുന്ന രാഷ്ട്രീയവുമാണ് എന്നതാണ് പ്രധാനം. അതെത്ര താഴോട്ട് പോകാമെന്ന് നിശ്ചയിക്കേണ്ടതും അവനവൻ തന്നെ. പ്രളയവും മഹാമാരിയും എപ്പോഴും രക്ഷയ്ക്കെത്തില്ല എന്നതും കിറ്റു രാഷ്ട്രീയത്തിൽ ജനം എപ്പോഴും വീടില്ല എന്നതും കടുത്ത വിമർശനമാണ്. അതിജീവിക്കാനാകുമോ എന്ന ചോദ്യത്തിന് മുന്നിൽ നാടൊന്നാകെ പകച്ചു നിന്ന നിമിഷങ്ങളിൽ സർക്കാർ എടുത്ത തീരുമാനങ്ങൾക്ക് അക്കാലത്ത് ജനം മനസ്സു നിറച്ചു നൽകിയ അംഗീകാരമാണ് തുടർ ഭരണം. വിവാദങ്ങൾ അനവധി ഉണ്ടായിട്ടും അതിനെയെല്ലാം അതിജീവിക്കാൻ സർക്കാരിന് കഴിഞ്ഞത് ആ ചേർത്തു നിർത്തൽ കൊണ്ടു തന്നെയാണ്. പിന്നീടുണ്ടാകുന്ന വിമർശനങ്ങൾ ജനാധിപത്യത്തിന്റെ അവകാശമാണ് എന്നതുകൂടി അംഗീകരിക്കേണ്ടതുണ്ട് അധികാരത്തിലിരിക്കുന്നവർ. കാരണം ആ അധികാരം ദൈവദത്തമല്ല. വിവരദോഷം ആർക്കാണ്? വിമർശനമോ മറുപടിയോ അതിരുകടന്നത്? രാഷ്ട്രീയ വിമർശനത്തിന് മറുപടി വ്യക്തിഹത്യയോ ആനപ്പുറമേറിയോ അധികാരം? ഈ ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം എന്ന് വിശദമായ ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. CPM-ൽ നിന്ന് അഡ്വക്കേറ്റ് K. അനിൽകുമാർ, കോൺഗ്രസിൽ നിന്ന് അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസ്, BJP-യിൽ നിന്ന് ശ്രീ സന്ദീപ് വാര്യർ. ചർച്ചയുടെ വേളയ്ക്ക് ശേഷം സ്വാഗതം വിശദമായ ചർച്ചയിലേക്ക്. അഡ്വക്കേറ്റ് K. അനിൽകുമാർ, അതിനു മുമ്പ് ഇപ്പോൾ മുൻ നിരണം ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കൂറിലോസ് കേരളത്തിലെ അഭിവന്ദ്യനായ ഒരു പുരോഹിതനാണ്. അദ്ദേഹത്തിൻ്റെ പേരിനോട് ചേർത്ത് വിവരദോഷി എന്ന പദം പറയുക എന്ന് പറയുന്നത് മാന്യമല്ല. അതായത് ഞാൻ എൻ്റെ നിലപാടാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിനോട് പദത്തിനോട് പറയുന്നത് ഞാൻ മാന്യമല്ലെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ അത് ഞാൻ കോട്ട് ചെയ്തുകൊണ്ടാണ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. അഡ്വക്കേറ്റ് K. അനിൽകുമാർ, മുൻ നിരണം ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കൂറിലോസ് മെത്രാപ്പൊലീത്ത, അദ്ദേഹം പറഞ്ഞത് വിവരദോഷമാണ്, അല്ലെങ്കിൽ അദ്ദേഹം വിവരദോഷിയാണ് എന്നത് മുഖ്യമന്ത്രി മനസ്സിലാക്കുന്നതാണോ, പാർട്ടി ഒന്നടങ്കം മനസ്സിലാക്കുന്നതാണോ, പാർട്ടിയുടെ നിലപാടാണോ? ബഹുമാനപ്പെട്ട കൂറിലോസ് തിരുമേനി ഇന്ന് മാതൃഭൂമി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇത്തരം ചർച്ച തുടരേണ്ടതില്ല എന്ന അഭിപ്രായക്കാരനാണ്. അദ്ദേഹം ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്, മുഖ്യമന്ത്രിയും ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ, ഇതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഇനി ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിഷയങ്ങളിൽ ഞാൻ അഭിപ്രായം പറയാം. ഒന്ന്, 2018 പ്രളയമുണ്ടായത്. ഏതെങ്കിലും പ്രളയം LDF-ന് അധികാരം നൽകുമെങ്കിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം തോൽക്കുമായിരുന്നില്ല. 2018 മഹാപ്രളയത്തിന് ശേഷമല്ലേ 2019 LDF ഭേഷായി തോറ്റത്? ഈ മുഖ്യമന്ത്രി കാവൽക്കാരനായിരുന്ന് പ്രളയകാലത്ത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ, പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, എന്നാൽ നമ്മൾ ഒരുമിച്ച് ഇറങ്ങുകയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ മുഖ്യമന്ത്രി ആളുകളെ ചേർത്ത് പിടിച്ച് നടത്തിയ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം കണ്ടതിന് ശേഷവും 2019 തെരഞ്ഞെടുപ്പിൽ ആളുകൾ UDF-നെയാണ് ഭൂരിപക്ഷ സീറ്റുകളിലും വിജയിപ്പിച്ചത്. അതുകൊണ്ട് പ്രളയം LDF-ന് വിജയകാരണമാകും എന്ന് വിലയിരുത്താൻ പാടില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം, ഇവിടെ ബഹുമാനായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാവാണ്, മുൻ മന്ത്രിയാണ്. അദ്ദേഹമാണ് LDF-ന് തുടർഭരണം കിട്ടുമെന്നൊരു ചാനൽ ആദ്യമായിട്ട് ഒരു സർവേ നടത്തി പ്രഖ്യാപിച്ചപ്പോൾ ആ ചാനലിൽ തന്നെ അദ്ദേഹം പറയുകയാണ്, ഇനിയൊരു പ്രളയം വരാനിരിക്കുന്നു. പ്രളയം വന്നാൽ LDF ജയിക്കുമെന്നല്ല, UDF ജയിക്കുമെന്നാണ് UDF-ൻ്റെ അവകാശവാദം. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യത്തിന് പ്രളയ സഹായത്തോടെ തുടർഭരണം നേടിയെന്ന ആഖ്യാനം അത് സത്യവിരുദ്ധമാണ്, ചരിത്രവിരുദ്ധമാണ്, അത് വലതുപക്ഷ ആശയമാണ്. ഞങ്ങൾ പറയുന്നത് ഇവിടെ കൃത്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിലെ 600 കാര്യങ്ങളിൽ 580 നടപ്പാക്കിയില്ലായിരുന്നെങ്കിൽ 4 കിറ്റ് കൊടുത്താൽ ഉടനെ മലയാളി ഇങ്ങനെ മാറിത്തീരും. അങ്ങനെ മലയാളികളെ വില കുറച്ച് കാണാൻ ഞങ്ങൾ തയ്യാറല്ല. ഇപ്പോൾ ഇന്നലെ ആനപ്പുറത്തേറിയോ അധികാരം ചോദിക്കുമ്പോൾ, ഇന്നലെ ഈ ആനപ്പുറത്ത് കയറി നിങ്ങൾ ആക്ഷേപിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ചിത്രീകരിക്കുന്നതായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് 900 കാര്യങ്ങളിൽ ഏതെല്ലാം ലെവലിലാണ് ഇപ്പോൾ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇനി 2 കൊല്ലം കൂടിയുണ്ട്.
അല്പം കൂടെ വേഗത്തിൽ ഈ സർക്കാർ ഈ കാര്യങ്ങൾ പൂർത്തീകരിക്കും എന്ന് പറയുന്ന 600 പേജുള്ള 900 കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ മേലെ നടപ്പാക്കിയ കാര്യങ്ങളെക്കുറിച്ചും ഒരു രേഖയിട്ട്. ഇത് പിണറായി വിജയന് പുതുതായിട്ടൊരു ശീലം തുടങ്ങിയതല്ല. അദ്ദേഹത്തിൻ്റെ ശീലങ്ങൾ ഒക്കെ ഇവിടെ അവതരിപ്പിച്ചു. ഇങ്ങനൊരു ശീലം ഇന്ത്യ രാജ്യത്ത് ഒരു മുഖ്യമന്ത്രിക്കും ഇല്ല. എല്ലാ കൊല്ലവും പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ എത്രയായി എന്ന് പ്രോഗ്രസ് കാർഡ് അവതരിപ്പിക്കുക. ഇന്നേ വരെ ഒരു മാധ്യമം, ഇന്നേ വരെ ഒരു പ്രതിപക്ഷ നേതാവ് ഒരാൾ പോലും ചോദ്യം ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് പറയാൻ കഴിയും, അദ്ദേഹം ആനപ്പുറത്തേറിയല്ല, ഇവിടുത്തെ ആളുകൾക്ക് വേണ്ടി പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്ന ഒരു ഭരണാധികാരിയുടെ പ്രതീകമാണ്. ഓക്കെ, അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, അല്ലല്ല, ആനപ്പുറത്ത് ഇറങ്ങേണ്ടി വരുമെന്നുള്ളത് ഈ മാധ്യമത്തിന്റെ വിമർശനമല്ല, അത് ഇതുമായി ബന്ധപ്പെട്ട് വന്ന പ്രതികരണങ്ങളിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു ഹെഡ്ലൈനാണ്. രണ്ടാമത്തെ കാര്യം, ശ്രീ അനിൽകുമാർ, ഇപ്പോൾ സർക്കാർ എന്തുകൊണ്ട് പ്രളയമല്ല സർക്കാരിന്റെ തുടർഭരണത്തിന് കാരണം എന്നങ്ങ് വിശദീകരിച്ചു. പ്രളയത്തിനൊപ്പം തന്നെ മഹാമാരി എന്നൊരു കാര്യം കൂടി ഗീവർഗീസ് മാർ കൂറിലോസ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കോവിഡ് കാലത്തെ സർക്കാർ നൽകിയ സഹായങ്ങൾ, സർക്കാരിന്റെ കിറ്റ്, സർക്കാർ ജനങ്ങളെ തേടി എത്തി നൽകിയ സഹായങ്ങൾ, ഇതെല്ലാം കൂടി ഈ വിവാദങ്ങളെ അതിജീവിക്കാൻ കാരണമായി എന്നായിരുന്നു അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. പക്ഷെ അതങ്ങ് പറഞ്ഞില്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ അങ്ങയോട് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത്, അങ്ങ് പൂർത്തിയാക്കുന്നത് ഞാൻ എഴുതല്ലോ. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, അല്ലല്ലോ, ഒരു നിമിഷം, എന്റെ അങ്ങയോടുള്ള ഡയറക്റ്റായ ചോദ്യം, ഗീവർഗീസ് മാർ കൂറിലോസ് പറഞ്ഞത് വിവരദോഷമാണ്, അദ്ദേഹം വിവരദോഷിയാണ് എന്ന് പാർട്ടി വിലയിരുത്തുന്നുണ്ടോ, മുഖ്യമന്ത്രി വിലയിരുത്തുന്നുണ്ടോ? മുഖ്യമന്ത്രിക്ക് അപ്പോൾ തോന്നിയതാണോ, അതോ പാർട്ടിക്ക് തന്നെ ആ നിലപാടുണ്ടോ? അല്ല, ഇവിടെ കൃത്യമായിട്ട് ബഹുമാനപ്പെട്ട തിരുവേന്തി നിലപാടെടുത്ത കാര്യം എന്താണ്? ആ സംവാദം ഞാൻ അവസാനിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം ബാക്കി പറയട്ടെ. അത് അദ്ദേഹത്തിന് തെറ്റിദ്ധാരണയില്ല. പ്രശ്നം എന്താണ്? അല്ല, ഞങ്ങൾ രാഷ്ട്രീയമായി കാര്യങ്ങൾക്ക് പ്രതികരണം ഇപ്പോ അഭിവന്ദ്യനായ പിതാവ് ഗീവർഗീസ് മാർ കൂറിലോസ് അത് അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞത് അദ്ദേഹം വിവാദങ്ങളുടെ സന്തത സഹചാരിയല്ല. അദ്ദേഹം ഉയർത്തുന്നത് രാഷ്ട്രീയ വിമർശനമാണ്. അതിന് വ്യക്തിപരമായ മറുപടി പറഞ്ഞാൽ വ്യക്തിപരമായ രീതിയിൽ പ്രതികരിക്കുന്ന ചരിത്രം അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിന് ആ വാക്കുകൾ സ്വായത്തമല്ല. ആ നിലവാരം അദ്ദേഹത്തിന് ആശ്രയിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് അദ്ദേഹം അത് അവസാനിപ്പിക്കുകയാണ്. അതിന് പോരുപിടിക്കുന്ന അല്ലെങ്കിൽ അതിന് ആധികാരികമാക്കാൻ കഴിയുന്ന പഴഞ്ചൊല്ലുകൾ അനവധിയുണ്ട്, ഞാൻ പറയുന്നില്ല. ഞാൻ ചോദിച്ചത്, ഇത് പാർട്ടിയുടെ വിലയിരുത്തലാണോ? അഭിവന്ദ്യനായ മാർ ഗീവർഗീസ് കൂറിലോസിനെ വിവരദോഷി എന്ന് പാർട്ടി വിലയിരുത്തുന്നുണ്ടോ? അതാണ് പറയുന്നത്. വ്യക്തിപരമായി പറയുന്ന ഒരു കാര്യത്തിനും പ്രതികരിക്കുന്ന സ്വഭാവക്കാരനല്ല മുഖ്യമന്ത്രി. അപ്പം വ്യക്തിപരമായി അദ്ദേഹം വികാരം കൊള്ളാറില്ല, അത് ദയവായി മനസ്സിലാക്കണം. അദ്ദേഹം വ്യക്തിപരമായി ആരെ ആക്ഷേപിക്കാറില്ല. അദ്ദേഹത്തിൻ്റെ മകൾക്ക് വിദേശത്ത് അക്കൗണ്ട് ഉണ്ടെന്ന് ഈ ഒരാഴ്ച മുന്നേ വരെ എല്ലാ പത്രവും എഴുതി. എന്നാൽ അക്കൗണ്ട് നമ്പർ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തപ്പിയെടുക്കായിരുന്നു. അതിൽ ലാവലിൻ്റെ പണം വന്നെന്ന് അദ്ദേഹത്തെക്കുറിച്ച് എഴുതി. അതിൽ PWCയുടെ പണം വന്നത് പത്രങ്ങളെല്ലാം എഴുതി. ഞാനങ്ങനെ ഒരു പത്രം വായിച്ചിട്ടില്ല. അത് ഷോൺ ജോർജിന്റെ ആരോപണം എന്ന രീതിക്കാണ് അത് ഉന്നയിക്കപ്പെട്ടത്. ഷോൺ ജോർജിന്റെ ആരോപണം അതിൽ ഉന്നയിക്കപ്പെട്ടത്. അല്ലല്ല, അതിലേക്ക് കേട്ടോ. അങ്ങനെയാണെങ്കിൽ പിന്നെ വ്യക്തിപരമായി അദ്ദേഹം ഉന്നയിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഗീവർഗീസ് മാർ കൂറിലോസിനെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് പുരോഹിതന്മാർക്കിടയിൽ വിവരദോഷികളുണ്ട് എന്നതാണ് ആ പുരോഹിതന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്ന് പറയുന്നത് വ്യക്തിപരമായ പരാമർശമല്ലേ? അതെ, ദയവായി ഒന്ന് കേൾക്കൂ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, രാഷ്ട്രീയത്തിൽ പ്രതികരണങ്ങൾ വരും. നിങ്ങൾ വ്യക്തിവിദ്വേഷം അല്ലെങ്കിൽ വ്യക്തിപരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ദയവായിട്ട് പറയാം. ബഹുമാനപ്പെട്ട ഷോൺ ജോർജിൻ്റെ പത്രസമ്മേളനം ഒരു 11:30-ക്കായിരുന്നു. അന്ന് രാവിലെയാണ് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പത്രം പറഞ്ഞത്. എന്താ പറഞ്ഞത്? വിദേശത്തേക്ക് കോടികൾ ഒഴുകി. ഷോൺ ജോർജ് പറയുന്നതിന് മുമ്പാണ്. അത് ED കണ്ടെത്തി. അത് എക്സാലോജിക്ക് ഇടപാടിലാണ്. ആ ഇടപാട് ഏതായിരുന്നു? ആ അക്കൗണ്ട് ഏതായിരുന്നു? അത് മുഖ്യമന്ത്രിക്ക് വ്യക്തിപരമായും അദ്ദേഹത്തിന്റെ മകൾക്ക് വ്യക്തിപരമായും ചെന്ന് കൊള്ളുന്നൊരു കാര്യമാണ്. എനിക്ക് എന്തായാലും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന രീതിയിൽ വന്ന വാർത്ത എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഞാനത് പരിശോധിക്കാം. ഞാൻ ശ്രദ്ധയിൽപ്പെടാത്തതാണെങ്കിൽ ആ വിഷയത്തിൽ ചർച്ച വിഷയമതല്ല, ഡൈവേർട്ട് ചെയ്ത് പോകരുത് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ. ഞാൻ അങ്ങോട്ട് 4ാമത്തെ തവണ ആവർത്തിച്ച് ചോദിക്കാൻ തയ്യാറാണ്. അതിനുശേഷം എനിക്ക് മറ്റതിഥികളിലേക്ക് പോകണം. അന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 43 മിനിറ്റായി അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, ഗീവർഗീസ് മാർ കൂറിലോസ് അഭിവന്ദ്യനായ കേരളത്തിലെ പുരോഹിതൻ വിവരദോഷിയാണെന്ന് പാർട്ടി വിലയിരുത്തുന്നുണ്ടോ? 4ാമത്തെ തവണയാണേ, ഇനി ചോദിക്കില്ല. ദയവായി മാധുരോട് ഞാൻ പറയുകയാണ്. മാധു ചർച്ച തുടങ്ങിയിട്ട് നമ്മൾ 43 മിനിറ്റ് ആയില്ല. നമ്മൾ ചർച്ച തുടങ്ങിയിട്ട് 43 മിനിറ്റ്. ഞാൻ പറയുന്ന ഏക കാര്യം ഇത്രയേ ഉള്ളൂ.
ആ 13 മിനിറ്റ് ഞാൻ ചർച്ച ചെയ്യല്ല. നിങ്ങളുടെ പരസ്യം എത്ര മിനിറ്റ് ആയിരുന്നു? എന്നെ കൊണ്ട് കണക്കൊന്നും പറയിപ്പിക്കണ്ട. ഞാൻ പറയുന്ന ഒരു കാര്യം മാത്രം ഇത്രേ ഉള്ളൂ. ദയവായി ഒന്ന് കേൾക്കുക. മുഖ്യമന്ത്രി വ്യക്തിപരമായി നെർവസ് ആയിട്ട് മറുപടി പറയുന്ന ഒരു വ്യക്തിയല്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് കമല ഇന്റർനാഷണൽ ഉണ്ടെന്ന് പറഞ്ഞപ്പം വല്ല മറുപടിയും പറഞ്ഞു? അദ്ദേഹം അങ്ങനെ മറുപടി പറയുന്ന ആളല്ല. ആക്ഷേപങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അതിനൊന്നും പ്രതികരിക്കാറില്ല. അദ്ദേഹം ഒരു പ്രസ്താവന നടത്തുമ്പോൾ ആ പ്രസ്താവന രാഷ്ട്രീയമായ കാര്യങ്ങൾക്ക് ഇനി ആ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കില്ല. ഞാൻ 4 തവണ അങ്ങോട്ട് ചോദിച്ചു. കേരളത്തിലെ അഭിമന്യനായ പുരോഹിതൻ ഗീവർഗീസ് മാർ കൂർലോസ് വിവരദോഷിയാണെന്ന് പാർട്ടി വിലയിരുത്തുന്നുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഞാൻ 5ാമത്തെ തവണ ചോദിച്ചു. ഉണ്ടെന്നോ ഇല്ലെന്നോ അങ്ങേക്ക് പറയാമോ? അത് തന്നെയാണ് കൃത്യമായിട്ട് ഉത്തരം. അല്ല, അതിന് മറുപടി പറഞ്ഞില്ല. അതെ, കൃത്യമായിട്ട് ഉത്തരം എന്താണ്? കൃത്യമായിട്ട് ഉത്തരം എന്താണ്? ആ സംവാദം നടത്തിയ ആ സംവാദത്തിൽ ഇടപെട്ട തിരുമേനി തന്നെ ഒരു നിലപാട് സ്വീകരിച്ചു. തിരുമേനിയുടെ നിലപാടല്ല പാർട്ടിയുടെ നിലപാട്. ഇപ്പോ ഗീവർഗീസ് മാർ കൂർലോസ് ആണ് എടുക്കുന്നത്. അത് തന്നെയാണ് എന്റെ ഉത്തരം. പാർട്ടിയുടെ നിലപാട് എന്താണെന്ന് ഞാൻ ചോദിച്ചത്. ഈ കേസിൽ പാർട്ടിയുടെ നിലപാടില്ലേ? പാർട്ടിയുടെ നിലപാടില്ലേ? അദ്ദേഹത്തിന്റെ ഓഫീസിൽ മുഖ്യമന്ത്രി വായിച്ചത്. പാർട്ടിയുടെ നിലപാടാണ് പറയുന്നത്. പാർട്ടിയുടെ നിലപാട് എന്താണ്? പാർട്ടിയുടെ നിലപാടാണ് പറയുന്നത്. അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഏതെല്ലാം കാര്യങ്ങളാണോ വാസ്തവ വിരുദ്ധമായിട്ടുള്ളത്, ആ വാസ്തവ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രതികരണങ്ങൾ വന്നു. ആ പ്രതികരണങ്ങളോട് തുടർന്ന് അദ്ദേഹം പ്രതികരിക്കുന്നില്ല എന്ന നിലപാട് സ്വീകരിച്ചത് അദ്ദേഹം പറഞ്ഞത് രാഷ്ട്രീയ വിമർശനമാണ്. ആ വിമർശനത്തിന് കേരളത്തിന് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടിയാണ് അദ്ദേഹം വിവരദോഷിയാണ് എന്ന്. അത് പാർട്ടിയുടെ നിലപാടാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. 6ാമത്തെ തവണ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ആണോ അല്ലയോ? അതെ, അത് തന്നെയാണ് കൃത്യ ഉത്തരം. അത് ആ സംവാദം നടന്ന 2 വ്യക്തികൾ, അതിൽ ഒരു ഭാഗത്തുള്ള ആളുകളുടെ സംവാദത്തിന് വിളിച്ച് കേരളത്തിന് മുഖ്യമന്ത്രി പറഞ്ഞതല്ല ഇത്. കേരളത്തിലെ സർക്കാരിന്റെ പ്രോഗ്രസ് കാർഡ് അവതരിപ്പിക്കുന്ന ചടങ്ങിൽ വെച്ചത് സർക്കാർ പരിപാടിയാണ്. പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം എന്ന നിലയിലല്ല, സർക്കാർ പരിപാടിയിൽ മുഖ്യമന്ത്രി എന്ന പദവിയിൽ ഇരുന്നു കൊണ്ട് കേരളത്തിലെ ഒരു അഭിമന്യനായ പുരോഹിതന് നേരെ നടത്തിയ ഒരു അധിക്ഷേപമാണത്. വിവരദോഷി എന്ന് പറയുന്നത് പട്ടും വളയുമല്ലല്ലോ, അധിക്ഷേപമാണ്. അപ്പോൾ ആ അധിക്ഷേപം പാർട്ടി നിലപാടാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. 7ാമത്തെ തവണ അങ്ങാണോ അല്ലയോ എന്ന് പറയണില്ല. ഇനി അഭിമന്യനായ പിതാവ് അത് പറയുന്നില്ല എന്നതുകൊണ്ട് അത് അവസാനിച്ചു എന്ന് അങ്ങ് പറഞ്ഞാൽ അവസാനിച്ചു എന്ന് റാൻ മൂളാൻ തൽക്കാലം കഴിയില്ല. നിവൃത്തികേടാണ്. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, ഞാൻ വരാം. ശ്രീ സന്ദീപ് വാര്യർ പറഞ്ഞില്ല. അങ്ങനെ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ, അല്ല, അവസാനിപ്പിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞാൽ കേരളത്തിലെ ചർച്ചകൾ അവസാനിക്കില്ല എന്നാണ് പറഞ്ഞത്. അത് അവസാനിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞാൽ കേരളത്തിലെ ചർച്ചകൾ അവസാനിക്കില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ അവസാനിക്കണമെങ്കിൽ റാൻ മൂളണം. അങ്ങനെ ഒരു റാൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ശ്രീ അനിൽകുമാർ, അടുത്ത കൂടത്തിൽ വരാം. ഒന്ന് വഴങ്ങണേ. ശ്രീ അനിൽകുമാർ, ഞാൻ വരാമെന്നേ. അങ്ങനെ അടുത്ത കൂടത്തിൽ ഞാൻ വരാം. ശ്രീ സന്ദീപ് വാര്യർ, അങ്ങനെ ഒരാളൊരു വിമർശനം ഉന്നയിക്കുന്നു. ഞാൻ ആ പോസ്റ്റ് വീണ്ടും എടുത്ത് ആവർത്തിച്ചു വായിച്ചു. ഒരു തരത്തിലും വ്യക്തിപരമായ ഒരു പരാമർശവും അതിലില്ല. ഒരു സർക്കാർ സ്വീകരിച്ച ഒരു പ്രതിസന്ധി കാലത്ത് സ്വീകരിച്ച നിലപാടുകളെ വിമർശിക്കുന്നത് കടുത്ത വിമർശനമാണ്, കടുത്ത ഭാഷയിലുള്ള വിമർശനമാണ്. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് ഒരു ഭാഷയുണ്ട് എന്നത് ശരിയാണ്. വ്യക്തിപരമായ ഒരു വിമർശനവും അഭിമന്യനായ പിതാവിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. പകരം വ്യക്തിപരമായ വിമർശനമാണ് ഉണ്ടായത്. അത് ഇനി പോരടിക്കാനില്ല എന്ന് പിതാവ് തീരുമാനിക്കുന്നിടത്ത് ആ വിമർശനം മാഞ്ഞു പോകുമോ, തേഞ്ഞു മാഞ്ഞു പോകുമോ? അല്ല, ഈ അഭിമന്യ പിതാവ് ഗീവർഗീസ് മാർ കൂർലോസ് തിരുമേനി അദ്ദേഹം പലപ്പോഴും CPM-ന്റെ അത് ഇടതുപക്ഷത്തിൻ്റെ ഒക്കെ പല വേദികളിൽ പ്രത്യക്ഷപ്പെടുകയും താനൊരു ഇടതുപക്ഷക്കാരനാണെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടെ സർക്കാർ അതിൻ്റെ പ്രവർത്തനം മോശമായിരുന്നു എന്ന രീതിയിൽ വളരെ ഒരു ചെറിയ പ്രതികരണം, ഒരു വിമർശനം നടത്തിയപ്പോഴേക്ക് എന്തിനാണ് മുഖ്യമന്ത്രി ഇത്രമാത്രം അസ്വസ്ഥനായത് എന്നാണ് അത്ഭുതപ്പെടുന്ന കാര്യം. നോക്കൂ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നതിന് ശേഷം കേരളത്തിന്റെ മുഖ്യമന്ത്രി അവർ ഏറ്റുവാങ്ങിയിട്ടുള്ള കനത്ത പരാജയത്തെക്കുറിച്ച് ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. എവിടെയും ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. 19 സ്ഥലങ്ങളിലും തോറ്റു തുന്നം പാടിയ ഇടതുപക്ഷത്തിന്റെ കനത്ത രാഷ്ട്രീയ പരാജയത്തെക്കുറിച്ച് മുഖ്യമന്ത്രി എവിടെയും സംസാരിച്ചിട്ടില്ല, അതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. അദ്ദേഹം മാളത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ആ മാളത്തിൽ നിന്ന് പുറത്തു വരാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് CPM-ന് വിചാരിച്ച വിജയം കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പറയൂ. അല്ല, മുഖ്യമന്ത്രിയുടെ ശീലം അതല്ലല്ലോ. എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് പത്രസമ്മേളനം നടത്തി നിരന്തരമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി 19 സീറ്റുകൾ തോറ്റിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രി
ആ വിഷയത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം പോലും ഈ നിമിഷം വരെ നടത്താതിരുന്നിട്ട് ഒരു പുരോഹിതൻ ഒരു ചെറിയ വിമർശനം ഉന്നയിച്ചപ്പോഴേക്കും ഇത്രമേൽ പ്രകോപിതനായി പുറത്തു വന്നിട്ട് ഇങ്ങനെ ആക്ഷേപം ഉന്നയിക്കുന്നതിനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ചർച്ചകൾ വഴിതിരിച്ചു വിടണം. ഒന്ന്, കാരണം ഈ വിഷയത്തിൽ ഈ കനത്ത പരാജയത്തിൽ വളരെ അസ്വസ്ഥനായി നിൽക്കുന്ന അദ്ദേഹത്തിന്റെ എല്ലാ പിന്തുണയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന CPM-ന്റെ തന്നെ അണികൾ, CPM-കാരായിട്ടുള്ള പാർട്ടി മെമ്പർമാരായിട്ടുള്ള ആളുകൾ തന്നെ പരസ്യമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ ഭരണത്തെയും നിശിതമായി വിമർശിക്കുന്നു. ക്ഷേമ പെൻഷൻ കൊടുക്കാൻ സാധിക്കാത്ത ഭരണത്തെ വിമർശിക്കുന്നു. ജനങ്ങളുടെ വലിയ വിലക്കയറ്റം സൃഷ്ടിച്ചിട്ടുള്ള വലിയ ബുദ്ധിമുട്ടുകളെ കുറിച്ച് അവർ തുറന്നു പറയുന്നു. എങ്ങനെ ഇടതുപക്ഷം പരാജയപ്പെട്ടു എന്ന് സംബന്ധിച്ച് കാര്യങ്ങൾ പറയുന്നു. പല മേഖലകളിൽ നിന്ന് പിണറായി വിജയനെതിരായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഭരണത്തിനെതിരായിട്ടുള്ള അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരായിട്ടുള്ള ആക്ഷേപങ്ങളെ കുറിച്ചൊക്കെ പാർട്ടി സഖാക്കൾ തന്നെ പരസ്യമായി പറയുന്ന സാഹചര്യം വന്നപ്പോൾ അസ്വസ്ഥനായിട്ടുള്ള പിണറായി വിജയൻ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു ശ്രമമായിട്ടാണ് ഇത് ഒന്നാമത് നമുക്ക് മനസ്സിലാവുന്നത്. രണ്ട്, ഈ അദ്ദേഹം ഇരിക്കുന്ന പദവി കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടേതാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പദവിയിലിരിക്കുന്ന ഒരാൾ ഉപയോഗിക്കേണ്ട ഭാഷയാണോ ഇത് എന്ന് സംബന്ധിച്ചാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച നടക്കേണ്ടത്. അദ്ദേഹം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലത്ത് താമരശ്ശേരി ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ച പാരമ്പര്യമുള്ളയാളാണ്. മറ്റ് പല ഭാഷാ പ്രയോഗങ്ങളും പ്രേമേന്ദ്രനെതിരെ പരനാറി എന്നുള്ള പ്രയോഗം നടത്തിയത് നമുക്ക് ഓർമ്മയുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്താണ് നടത്തിയത്. അതുപോലെ തന്നെ ഒഞ്ചിയത്തെ സഖാക്കളെ കുലം കുത്തികൾ എന്ന് വിളിച്ച് നമുക്ക് ഓർമ്മയുണ്ട്. VS അച്യുതാനന്ദനുമായി നിരന്തരം ആശയ സംഘർഷം അല്ലെങ്കിൽ ഗ്രൂപ്പ് വഴക്ക് നിലനിൽക്കുന്ന കാലത്ത് പരസ്പരം നടത്തിയിട്ടുള്ള ആക്ഷേപങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്. കേരള ഹൗസിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന വഴിക്ക് അവിടുത്തെ ഒരു പാവം ജീവനക്കാരനോട് തട്ടിക്കയറുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ നമുക്ക് ഓർമ്മയുണ്ട്. ഇവിടെ നടക്കുന്ന ഉഷാ ഉതുപ്പിന്റെ ഗാനമേളയല്ല എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്ന പിണറായി വിജയൻ നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ആ പിണറായി വിജയൻ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അയാൾക്ക് എന്ത് പുലഭ്യവും പറയാം. പക്ഷെ ഇപ്പോ പിണറായി വിജയൻ ഇരിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്താണ്, മുഖ്യമന്ത്രി കസേരയിലാണ്. ആ കസേരയ്ക്ക് ഒരു ഔന്നത്യമുണ്ട്. ആ ഔന്നത്യം പാലിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് ബാധ്യതയുണ്ടായിരുന്നു. അത് മറന്നുകൊണ്ട്, സ്വന്തം നില മറന്നുകൊണ്ട്, താനിരിക്കുന്ന കസേരയുടെ ഔന്നത്യം മറന്നുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രതികരണം അത് അങ്ങേയറ്റം മോശമാണ്. ഒരുപക്ഷെ ഇടതുപക്ഷക്കാരനായിട്ടുള്ള ആ തിരുമേനി താനിനി വിവാദത്തിനില്ല എന്ന് പറഞ്ഞ് പ്രതികരിച്ചിരിക്കാം. പക്ഷേ ഇത് ആദ്യത്തെ സംഭവമല്ലല്ലോ. വാസ്തവത്തിൽ ആരാണ് വിവരദോഷി എന്നുള്ളത് ആ പ്രതികരണം കാണിക്കുന്നുണ്ടല്ലോ. സത്യത്തിൽ വിവരദോഷം പറഞ്ഞതാരാണ്? മുഖ്യമന്ത്രിയല്ലേ. അപ്പോൾ വിവരദോഷം പറയുകയും ഇങ്ങനെ പൊതുസമൂഹത്തിൽ മുഴുവൻ ഒരു എതിർപ്പ് രൂപപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് മുഖ്യമന്ത്രി. ഇത് വാസ്തവത്തിൽ കേരളത്തിന് നാണക്കേടാണ്. ഈ ഭാഷയിൽ പ്രതികരിക്കുന്ന മുഖ്യമന്ത്രി കേരളത്തിന് നാണക്കേടാണ്. അദ്ദേഹത്തിന് എല്ലാ നിയന്ത്രണവും നഷ്ടപ്പെട്ടിരിക്കുന്നു. 19 സീറ്റ് നഷ്ടപ്പെട്ടു. കേരളത്തിൽ ക്രൈസ്തവ മതവിശ്വാസികൾ വലിയ തോതിൽ BJP-ക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് ഉജ്ജ്വലമായിട്ടുള്ള വിജയമുണ്ടായി. തിരുവനന്തപുരത്തും ആലപ്പുഴയിലും ആറ്റിങ്ങലിലും അടക്കം കേരളത്തിൽ BJP നടത്തിയിട്ടുള്ള വലിയ മുന്നേറ്റത്തിൽ അദ്ദേഹം അസ്വസ്ഥനാണ്. ക്രൈസ്തവ വിഭാഗത്തിന്റെ വലിയ വോട്ട് ഇത്തവണ ഇവരുടെ എല്ലാ പ്രചരണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് BJP-യിലേക്ക് വന്നതിൽ അദ്ദേഹം അസ്വസ്ഥനാണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. ശരി, അതിന്റെ പേരിലുണ്ടായ പ്രതികരണം എന്നുള്ളതാണ് BJP അവസാനം പറഞ്ഞതാണ്. BJP-യുടെ വിലയിരുത്തലിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഞാൻ അതിലേക്കും വരാം. അടുത്ത ദീപ്തി മേരി വർഗീസ്, ഇപ്പോ ഗീവർഗീസ് മാർ കൂറിലോസിന്റെ ഫേസ്ബുക്കിലെ പരാമർശങ്ങൾ അതിൽ ഇതൊക്കെയാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. സാമ്പത്തിക നയങ്ങളിലെ പരാജയം, അച്ചടക്കമില്ലായ്മ, ധൂർത്ത്, പോലീസ് നയങ്ങളിലെ പ്രശ്നം, മാധ്യമവേട്ട, സഹകരണ ബാങ്കുകൾ ഉൾപ്പെടെയുള്ള അഴിമതികൾ, പെൻഷൻ മുടങ്ങിയത്, പാവപ്പെട്ടവരെ അവഗണിച്ചുള്ള നീക്കങ്ങൾ, SFIയുടെ അക്രമാസക്ത രാഷ്ട്രീയം, വിമർശനങ്ങളോടുള്ള അസഹിഷ്ണുത, മതസാമുദായിക സംഘടനകളെ പ്രീണിപ്പിക്കൽ, വലതുവൽക്കരണ നയങ്ങൾ, ഇതൊക്കെ തോൽവിക്ക് നിദാനം എന്നുള്ളതാണ്. ഈ എണ്ണി പറഞ്ഞ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ കുറെ കാലമായി കോൺഗ്രസ്, പ്രതിപക്ഷം, UDF പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കാര്യങ്ങളാണ്. അതാ തൊട്ട് മുമ്പ് അനിൽകുമാർ പറയുകയാണ് ഈ ഭാഷ, അതായത് ഗീവർഗീസ് മാർ കൂറിലോസ് ഉപയോഗിച്ച ഭാഷ എന്ന് പറയുന്നത് വലതിന്റെ വാദമാണ് എന്നുള്ളത്. അപ്പോ പ്രതിപക്ഷത്തിന്റെ, കോൺഗ്രസിന്റെ, BJP-യുടെ, UDF-ന്റെ ഒക്കെ വാദങ്ങൾ ഒരുപക്ഷെ പുരോഹിതൻ ആവർത്തിച്ചു എന്നുള്ളതായിരിക്കുമോ മുഖ്യമന്ത്രിയെ പ്രകോപിതനാക്കിയത്? അല്ല മാധു, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂർലോസ് തിരുമേനി എന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷ ആശയങ്ങളോട് എല്ലാ കാലത്തും യോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളും അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളും കണ്ടാൽ നമുക്ക് മനസ്സിലാകും എല്ലാ കാലത്തും ഇടതുപക്ഷത്തിനോട് ചേർന്ന് നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ പോലുള്ള ഒരാൾ ഒരു വിമർശനം പറയുമ്പോൾ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം എടുക്കേണ്ടിയിരുന്ന പോസിറ്റീവായിട്ടുള്ള ഒരു നയമല്ല അദ്ദേഹം എടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാധു ഇവിടെ 6 തവണയും 7 തവണയും ശ്രീ അനിൽകുമാറിൻ്റെ അടുത്ത് ചോദിച്ചു ഇതിൻ്റെ മറുപടി എന്താണെന്ന്. അദ്ദേഹത്തിന് ഒരിക്കലും ഇത് പറയാൻ കഴിയില്ല. കാരണം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, കൂർലോസ് തിരുമേനി ഇതിന് മുൻപ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്.
കാലം കാത്തുവച്ച നേതാവാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞതും കൂർലോസ് തിരുമേനി തന്നെയാണ് ഒരിക്കൽ. അപ്പോൾ അദ്ദേഹം എല്ലാ കാലത്തും അങ്ങനെ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹം എന്തുകൊണ്ടാണ് ഈ അവസരത്തിൽ ഇങ്ങനെ പറഞ്ഞത് എന്നുള്ളതിൻ്റെ അകത്ത് ഒരു ആത്മവിമർശനം നടത്താൻ തയ്യാറാകാതെ, അതിൻ്റെ അകത്തുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ, ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കൊടുത്ത മറുപടി, ഈ തെരഞ്ഞെടുപ്പിൽ കൊടുത്ത വലിയ പരാജയം, വലിയ തോൽവി, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്ത ഒരു മുഖ്യമന്ത്രിയാണ് ഇന്ന് കേരളത്തിലുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മുഖ്യമന്ത്രി എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ എന്നൊരു വാക്കിന്റെ അകമ്പടിയോട് കൂടിയാണ് പാർട്ടിയുടെ പാനലിസ്റ്റുകളൊക്കെ ചർച്ചയിൽ വരുമ്പോൾ അതിനെ വിശദീകരിക്കാൻ ശ്രമിക്കുക. അതിന് മറുപടി കേരളത്തിന്റെ മുഖ്യമന്ത്രി, ആരാധനായ പോളിറ്റ് ബ്യൂറോ അംഗമായ പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവായ മുഖ്യമന്ത്രി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്നാണ് സാധാരണഗതിയിൽ പറയുക. ഞാനിപ്പോ അഡ്വക്കേറ്റ് കെ അനിൽകുമാറോട് ആവർത്തിച്ച് ചോദിക്കുകയാണ്, മുഖ്യമന്ത്രി പറഞ്ഞത് പാർട്ടിയുടെ നയമാണോ? ആണെന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നില്ല, അല്ലെന്നും അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നില്ല. ഞാൻ അതിലേക്കാണ് വരുന്നത് മാധു. പലതവണ ചോദിച്ചിട്ടും ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല. അദ്ദേഹത്തിന് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന് കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ, പിണറായി വിജയനെതിരെ അദ്ദേഹത്തിന് പറയാൻ കഴിയുമോ? പാർട്ടിയുടെ നയം എന്താണ് എന്നും അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നില്ല. അപ്പോൾ CPM എന്ന പാർട്ടി എത്രത്തോളം അധപ്പതിച്ചു, ഒരു നയം പോലും പറയാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ ഒരു ഏകാധിപത്യ പ്രവണതയിലേക്ക് CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ മനസ്സിലാക്കുന്നത് ഇത് അദ്ദേഹം എന്ന വ്യക്തിയുടെ ഒരു അഭിപ്രായമല്ല അദ്ദേഹം ഇന്നിവിടെ കുറിച്ചിരിക്കുന്നത്. അദ്ദേഹം കുറിച്ചിരിക്കുന്നത് ഇന്ന് കേരളത്തിലെ സാധാരണക്കാരായ CPM പ്രവർത്തകരുടെ അഭിപ്രായമാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. കാരണം അദ്ദേഹം ഒരു വലതുപക്ഷ ചിന്താഗതിക്കാരനോ അല്ലെങ്കിൽ ഒരു കോൺഗ്രസിനെ അതിയായി സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയോ ആയിരുന്നെങ്കിൽ നമുക്കിത് പറയേണ്ടതായിട്ട് വരില്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞ ഏത് കാര്യമാണ് നമുക്ക് എടുത്തു മാറ്റിവെക്കാനുള്ളത്? അദ്ദേഹം പറഞ്ഞ SFIയുടെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ പറഞ്ഞിരിക്കുന്നു. ഇവിടെ നമുക്കറിയാം, നമ്മൾ ചട്ടിയെടുത്ത് തെണ്ടി നടക്കേണ്ടി വന്ന, പെൻഷൻ കിട്ടാതെ സമരം നടത്തുന്ന മറിയ ചേടത്തി ഉൾപ്പെടെയുള്ള അവരുടെയൊക്കെ പ്രശ്നങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഈ കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് കേരള ജനത അനുഭവിച്ച വിഷയങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. അതിനെതിരെയുള്ള ഒരു ആന്റി എൻകംബൻസി ഈ തെരഞ്ഞെടുപ്പിൽ CPMനെ ഇടതുപക്ഷത്തിന് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നു. അതിനെതിരെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ യഥാർത്ഥത്തിൽ അതിനെ വളരെ പോസിറ്റീവായി കണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ അതിലൊരു നിലപാടെടുക്കേണ്ട CPMന്റെ സംസ്ഥാന സെക്രട്ടറിക്കോ മറ്റുള്ള നേതാക്കന്മാർക്കോ ഇതിൻ്റെ അകത്തൊരു നിലപാട് പറയാൻ കഴിയുന്നില്ല. നമ്മൾ എല്ലാ കാലത്തും പറയുന്നത് പോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താണോ പറയുന്നത് അതിനപ്പുറത്ത് പാർട്ടിക്ക് ചലിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. ഞാൻ സന്ദീപ് വാര്യർ പറഞ്ഞ ഒരു കാര്യത്തിന് മറുപടി പറയാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ഇവിടെ പറഞ്ഞു, ഇവിടെ ക്രൈസ്തവ വോട്ടുകളെല്ലാം, ക്രൈസ്തവ വിഭാഗത്തിൻ്റെ വോട്ടുകളെല്ലാം കിട്ടി, അതുകൊണ്ടാണ് തൃശ്ശൂർ ജയിച്ചത് എന്ന് പറയുകയുണ്ടായി. അപ്പം ഞാൻ ചോദിക്കുന്നത്, കേരളത്തിലെ മറ്റ് നിയോജക മണ്ഡലങ്ങളിൽ, മറ്റ് പാർലമെന്റ് നിയോജക മണ്ഡലങ്ങളിൽ കിട്ടിയ വലിയ ശതമാനം വോട്ട് അത് ആരുടേതാണ് എന്ന്, അപ്പോൾ തൃശ്ശൂർ മാത്രമാണോ ഈ ക്രൈസ്തവ വിഭാഗമുള്ളത് എന്നുള്ളത്? അപ്പോൾ തൃശ്ശൂർ കിട്ടിയതൊരു പ്രത്യേക സാഹചര്യത്തിലാണെന്ന് പറയേണ്ടതായിട്ട് വരും. അവിടെ സുരേഷ് ഗോപി എന്ന വ്യക്തി, അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, സുരേഷ് ഗോപി തന്നെ പറയുന്നുണ്ട്, അദ്ദേഹം എന്ന വ്യക്തിക്ക് കിട്ടിയ വലിയ അംഗീകാരമാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ BJPക്ക് കിട്ടിയ ഒരു വിഭാഗത്തിന്റെ വോട്ടാണ് എന്ന് പറയേണ്ടതായിട്ടില്ല. ഞാനത് പറഞ്ഞു പോയെന്നുള്ളതേ ഉള്ളൂ. ശരി, ഓക്കെ, ഞാൻ വരാം. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, ഇപ്പൊ നേരത്തെ ദീപ്തി മേരി വർഗീസ് പറയുകയാണ്, ഗീവർഗീസ് മാർ കൂർലോസ് മെത്രാപ്പൊലീത്ത നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കാലം കാത്തുവെച്ച നേതാവാണ് പിണറായി വിജയൻ എന്ന്. കാപട്യമില്ലാതെ സംസാരിക്കുന്ന ആളാണ് മുഖ്യമന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇത് പോകട്ടെ, ഇത് വ്യക്തിപരമായ വിശേഷണങ്ങൾ. മറ്റൊന്ന്, ഏറ്റവും അടുത്ത കാലത്ത് ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ കേരളത്തിന്റെ രാഷ്ട്രീയം, പ്രത്യേകിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയം വലിയ തോതിൽ വിമർശന വിധേയമാക്കിയ ഒരു സംഭവം നടന്നത് അങ്ങേക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. അതായത് കേരള സ്റ്റോറി എന്ന സിനിമ ദൂരദർശൻ വഴി പ്രക്ഷേപണം ചെയ്യാൻ തീരുമാനിക്കുന്ന സമയത്ത് പല സഭകൾ, പലയിടങ്ങളിൽ അതിനനുകൂലമായ ചില നിലപാടുകൾ ആ സിനിമ തന്നെ പ്രദർശിപ്പിക്കുന്ന സമയമുണ്ടായപ്പോഴൊക്കെ അന്ന് ഗീവർഗീസ് മാർ കൂർലോസ് മെത്രാപ്പൊലീത്ത സ്വീകരിച്ച നിലപാട് അങ്ങേക്ക് ഓർമ്മയുണ്ടോ? ഹെയ്റ്റ് സ്റ്റോറികളല്ല, ലവ് സ്റ്റോറികളാണ് കാണിക്കേണ്ടത് എന്ന്. അത് വിവരദോഷത്തിന്റെ പട്ടികയിൽപ്പെടുന്നതല്ല. അത് അത്യുന്നതിയിലുള്ള രാഷ്ട്രീയ ബോധത്തിന്റെ, അത്യുന്നതിയിലുള്ള മതസൗഹാർദ്ദ ബോധത്തിന്റെ, കേരളം എന്ന വികാരത്തിന്റെ, അതിനെ ആത്മാവിലേക്ക് സ്വീകരിക്കുന്നതിന്റെ ഒക്കെ ഔന്നത്യം കാണുന്ന കാഴ്ചയാണ് എന്നല്ലേ നിങ്ങൾ അന്ന് കണ്ടത്? അല്ലേ? അന്ന് നിങ്ങൾ അതല്ലേ കണ്ടത്? അന്ന് അതിന്റെ വിവരദോഷത്തിന്റെ പട്ടികയിൽ അതിനെ പെടുത്തുമോ? കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഇദ്ദേഹം മുൻപ് നടത്തിയിട്ടുള്ള വലിയ ബഹുമാനം അർഹിക്കുന്ന പരാമർശങ്ങളെ വിവരദോഷത്തിന്റെ പട്ടികയിൽപ്പെടുത്തുമോ?
ഇവിടെ ബഹുമാനപ്പെട്ട സന്ദീപ് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ ആ പ്രതികരണത്തിലൊരു വാചകം വായിക്കാം. ജനവിധി അംഗീകരിച്ചും ആഴത്തിൽ പരിശോധിച്ചും ആവശ്യമായ തിരുത്തുകൾ വരുത്തിയും സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മികവോടെ നടപ്പാക്കും. പോരായ്മ കണ്ടെത്തി അവ പരിഹരിക്കും. മൂന്നാമത്തത്, സർക്കാരിനെതിരെ സംഘടിതമായി നടക്കുന്ന കുപ്രചരണങ്ങളെ പ്രതിരോധിക്കാനും ജനങ്ങൾക്കുള്ള തെറ്റിദ്ധാരണകൾ നീക്കാനുമുള്ള ശ്രമങ്ങളും ശക്തമാക്കും. ഇവിടെ ദയവായിട്ട് ബഹുമാനപ്പെട്ട തിരുമേനിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലെ ഒരു വാചകം ഞാൻ പറയാം. നിങ്ങൾ ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വലത്തോട്ട് വണ്ടി ഓടിക്കരുത്. അത് അദ്ദേഹം പറയുന്നത് ആർക്കാ ബാധകം? തിരുവനന്തപുരം വിമാനത്താവളം വിൽക്കുക എന്ന് പറയുന്നത് ഇടത്തോട്ടാണോ വലത്തോട്ടാണോ? വിമാനത്താവളം വിൽക്കുന്നത് വലത്തോട്ട് വണ്ടി ഓടിക്കലാണ്. അങ്ങനെ ഓടിച്ചത് മോദി സർക്കാരാണ്, അതിനെ എതിർത്തത് പിണറായി സർക്കാരാണ്. ഞങ്ങൾ വലത്തോട്ട് വണ്ടി ഓടിച്ചാൽ പൊതുമേഖലാ സ്കൂളുകൾ നന്നാക്കുമോ? പൊതുവിദ്യാലയങ്ങൾ നന്നാക്കുമോ? ഞങ്ങൾ വലത്തോട്ട് വണ്ടി ഓടിച്ചാൽ ഞങ്ങൾ ഈ കേരളത്തിനകത്ത് പൊതുഗതാഗതം ശക്തിപ്പെടുത്തുമോ? പൊതു റോഡുകൾ ടോളുകൾ ഏർപ്പെടുത്തില്ലേ? അവിടെ കേന്ദ്ര സർക്കാർ പൊതു ടോൾ ഏർപ്പെടുത്തിയിട്ട് പൈസ പിരിക്കാൻ കമ്പനികളെ ഏൽപ്പിച്ചിരിക്കുകയല്ലേ? ഞങ്ങളങ്ങനെ ചെയ്യുന്നുണ്ടോ? ഇവിടുത്തെ സർക്കാർ ആശുപത്രികൾ മെച്ചപ്പെട്ടോ ഇല്ലയോ? അതിൻ്റെ ഉദ്ദേശം എന്താണ്? അതുപോലെ 1600 വെച്ച് എല്ലാ വീട്ടിലും പെൻഷൻ കൊടുക്കുന്നത് 62 ലക്ഷം വീട്ടിൽ പെൻഷൻ കൊടുക്കുന്നത് ഞാൻ പറയട്ടെ ദയവായി അല്ല ബിജെപിയുടെ വഴിക്ക് പോകട്ടെ. നിങ്ങൾ ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് അദ്ദേഹം വിമർശിച്ചത്. അല്ല, ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയുന്നില്ല. എന്റെ അസ്വസ്ഥത അവിടെ നിൽക്കട്ടെ. അങ്ങ് വന്നിട്ട് ഞാൻ എന്ന് പറഞ്ഞ് വായിക്കുക എന്നുള്ളതാണ് അങ്ങയുടെ ഉദ്ദേശം. ഞാൻ എന്താണ് അങ്ങോട്ട് ചോദിച്ചത്? അങ്ങ് എന്താണ് മറുപടി പറയുന്നത്? തിരുവനന്തപുരം വിമാനത്താവളവും ബന്ധമുണ്ടോ? ഞാൻ കൃത്യമായിട്ട് മറുപടി പറയട്ടെ. ഇവിടെ ഉയർന്നു വന്ന വിമർശനങ്ങൾക്ക് എനിക്ക് മറുപടി പറയണം. ഒന്ന്, ബഹുമാനപ്പെട്ട തിരുമേനിയുടെ ആദരവോടുകൂടി തന്നെ അദ്ദേഹം എടുത്ത നിലപാട്, ഇന്ന് പറഞ്ഞ നിലപാട് യോജിച്ചുകൊണ്ടുകൂടി തന്നെ ഞാൻ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് വ്യക്തിപരമായിട്ട് ബന്ധവും സ്നേഹമുള്ള ആളാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹവും തമ്മിൽ വ്യക്തിബന്ധങ്ങളുള്ളവരാണ്. ആ ബന്ധങ്ങളൊന്നും ഇല്ലാത്തവരല്ല. പക്ഷേ രാഷ്ട്രീയമായി ചില കാര്യങ്ങൾ പരാമർശങ്ങൾ വരാം. പ്രധാനപ്പെട്ടൊരു കാര്യം ഞാൻ ചോദിക്കുന്നത്, ബഹുമാനപ്പെട്ട തിരുമേനിയോടുള്ള സ്നേഹങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് അദ്ദേഹം പറയുന്ന പ്രസ്താവനയിലെ എന്താണ് തെറ്റായ കാര്യം എന്ന് എനിക്ക് പറയണ്ടേ? ഇവിടെ ആരാണ് BJPയുടെ പ്രതിനിധിയും കോൺഗ്രസിൻ്റെ പ്രതിനിധിയും എന്ന് പറയുകയാണ്? എന്താണ് വർഗീയ ശക്തികളെ പ്രീണിപ്പിക്കുന്നതിനെക്കുറിച്ച് ആരാണ് ഇവിടെ പറയുന്നത്? കുന്തിരിക്കം കരുതിക്കോ അവലും മല്ലും കരുതിക്കോ? ആരാ മുദ്രാവാക്യം വിളിച്ചത്? അവരുടെ പിന്തുണ സ്വീകരിച്ച ഇവിടുത്തെ UDF അവർ കുറ്റവാളിയല്ല കേട്ടോ. അവർ ജയിച്ചതിന് കുഴപ്പമൊന്നുമില്ല. ഇടതുപക്ഷം തോറ്റ എന്തുകൊണ്ടാണ്? SDPI നിങ്ങൾ എതിർത്തത് കൊണ്ടാണ്. അങ്ങനെ രാഷ്ട്രീയം നമുക്ക് ഉന്നയിക്കാൻ പറ്റുമോ? SDPIയുടെ പിന്തുണ വേണ്ടെന്ന് പറഞ്ഞിട്ട് CPM ആണ് കേരളത്തിലുള്ളത്, LDF കേരളത്തിലുള്ളത്. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ വേണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞു. നിങ്ങൾ RSSനെ എതിർക്കുന്നുണ്ടെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയെയും SDPI എതിർക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞു. അത്രത്തോളം ഞങ്ങൾ പറഞ്ഞു. അങ്ങപ്പുറം മുസ്ലിം ലീഗ് നിൽക്കുകയാണ്. അയ്യോ, അപ്പോൾ ആകെ ഒരു കുറ്റം എന്താണ്? നിങ്ങൾ CAA കുറിച്ച് കൂടുതൽ സംസാരിച്ചു. ഇതല്ലേ കേരളത്തിൽ ആഖ്യാനം ഉണ്ടാക്കുന്നത്? മുസ്ലിം ലീഗിനെ മടിയിലിരുത്തി, മുസ്ലിം ലീഗിനെ കൂടെ നിർത്തി, SDPIയെ മടിയിലിരുത്തി അല്ലെങ്കിൽ തലയിലിരുത്തി ഇവിടെ വർഗീയ പ്രകടനം നടത്തിയവർക്ക് 19 സീറ്റ് 18 സീറ്റ്. അത് സത്യമായി നമ്മുടെ മുന്നിൽ കണ്ണുമ്പ് നിൽക്കേ ഇടതുപക്ഷമാണ് ആ പീഡനം നടത്തുന്നതെന്ന് ആരെങ്കിലും ആഖ്യാനം ഉണ്ടാക്കിയാൽ ആഖ്യാനത്തെ തള്ളിപ്പറയും. നടത്തുന്നത് വർഗീയ പ്രീണനമാണെന്നാണ് CPM വിലയിരുത്തുന്നത് അല്ലേ? അപ്പോ സംശയം എന്താണ്? ഞാൻ ചോദിക്കട്ടെ, മലപ്പുറത്തും അതുപോലെ തന്നെ മലപ്പുറത്ത് മതപരമായിട്ട് നിങ്ങൾ വോട്ട് ചെയ്യാം. മുസ്ലിം ലീഗ് എന്ന പേരുള്ള മതപരമായിട്ടൊരു പാർട്ടിക്ക് വോട്ട് ചെയ്യാം. അത് തന്നെയാണ് BJP ചോദിക്കുന്നത്. ഹിന്ദുക്കൾ ഇപ്പറ ഞങ്ങൾക്ക് വോട്ട് ചെയ്യും. ഹിന്ദുക്കൾ മതപരമായിട്ട് വോട്ട് ചെയ്യണമെന്നല്ലേ BJPയുടെ ആഖ്യാനം. മതപരമായി മുസ്ലിമിന് വോട്ട് ചെയ്യാം, മതപരമായി ഹിന്ദുവിന് വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇതാണ് BJPയുടെ ചോദ്യം. ഈ ചോദ്യത്തിനകത്ത് ഉത്തരം മതപരമായ സാന്ദ്രീകരണമാണ് മുസ്ലിം ലീഗിൻ്റെ നയം. അത് നടപ്പാക്കിയവരും ഞങ്ങളോട് പറയുകയാണ്, നിങ്ങളാണ് വർഗീയത നടപ്പാക്കിയത്. ആര്? മുസ്ലിം ലീഗിന്റെ പേരിട്ട് അവരുടെ രാഷ്ട്രീയ പാർട്ടി. അത് മുസ്ലിം ലീഗിനെ കേൾക്കുകയും വിലയിരുത്തുകയും ചെയ്യാൻ കഴിയുന്നതാണ്. നാളെയൊക്കെ അതിന്റെ പ്രതികരണം നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. അല്ല, ഈ സമസ്തയുമായിട്ടുള്ള പ്രശ്നമൊക്കെ ഉണ്ടായ സമയത്ത് ലീഗിനെ പോലെ ഒരു മതേതര പാർട്ടി ഉണ്ടായിരുന്നില്ല. CPMന് വേറെ കേരളത്തിൽ പറഞ്ഞതേ ഉള്ളൂ. ശരി, അതാണ് നിൽക്കട്ടെ. നമ്മുടെ ശരി, അത് മാധുവിനെ തെറ്റി. അതിന് ഞാൻ മറുപടി പറയും. അല്ല, അതിന് മറുപടി പറയും. മാധു പറഞ്ഞതിന് ഞാൻ മറുപടി പറയും. ഗവർണറോട് ഞങ്ങൾ ചോദിക്കുന്നില്ല. പറയട്ടെ, ഇന്ത്യ മഹാരാജ്യത്തിന് കീഴിൽ എല്ലാം അങ്ങേക്ക് പറയാനുണ്ട് ചോദ്യത്തിന് ഒഴിച്ച്.
ഞാൻ ചോദ്യത്തിന് കൃത്യം മറുപടി പറഞ്ഞല്ലോ. ഏത് ഇല്ല. ചോദ്യത്തിന് മറുപടി ഇല്ലാത്തത്? ഞാൻ ഏത് ചോദ്യത്തിന് ചോദിച്ചത് മറുപടി ഇല്ലാത്തത്? കേരളത്തിന്റെ ഞാൻ പറയുന്നത് മുഖ്യമന്ത്രി പിണറായി ഗവർണറുമായി ബന്ധപ്പെട്ട് ലീഗ് നിലപാട് കേരളത്തിന്റെ നല്ലതെന്ന് മുഖ്യമന്ത്രി പറയും. പിണറായി വിജയന് നേരത്തെ ഗീവർഗീസ് മാർ കൂർലോസ് മെത്രാപ്പൊലീത്ത നൽകിയ വിശേഷണങ്ങൾ, അദ്ദേഹം കാലം കാത്തുവെച്ച നേതാവ്, കാപട്യമില്ലാതെ സംസാരിക്കുന്ന നേതാവ് എന്നൊക്കെ പറഞ്ഞത് വിവരദോഷത്തിന്റെ പട്ടികയിൽ പെടുത്തുമോ എന്നുള്ളൊരു ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. ഒരു വാക്ക് അഡ്വക്കേറ്റ് അനിൽകുമാർ മറുപടി പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിപ്പോ ഞാൻ പറയുന്ന അസംബന്ധം അങ്ങ് വിലയിരുത്തൽ, അങ്ങ് പറയുന്ന അസംബന്ധം എനിക്ക് വിലയിരുത്തേണ്ടി വരും. അത് കാര്യമില്ലല്ലോ, അത് കേൾക്കുന്ന തീരുമാനിക്കട്ടെ. നമ്മൾ സാമാന്യ ബുദ്ധി വേണ്ടേ? പക്ഷെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് അങ്ങ് മറുപടി പറഞ്ഞു എന്ന് പറഞ്ഞു. പറഞ്ഞു എന്നിട്ട് പറഞ്ഞിട്ട് പറയാണ് ചോദ്യം അസംബന്ധമായിട്ട് ഞാൻ പറഞ്ഞില്ല. പറഞ്ഞില്ലെന്നാണോ യഥാർത്ഥത്തിൽ അങ്ങ് ഉദ്ദേശിച്ചത്? ഞാൻ മറുപടി പറഞ്ഞു എന്ന് അങ്ങ് പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു ചോദ്യം അസംബന്ധമായിട്ട് ഞാൻ പറഞ്ഞില്ല എന്ന്. 2 സെന്റൻസിൽ അവനവനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും റദ്ദ് ചെയ്യാനുള്ള കഴിവ് എടുത്തു പറയേണ്ടതാണ് കേട്ടോ. ഒരിക്കലുമില്ല. ബഹുമാനപ്പെട്ട മാധുവിനോട് ഞാൻ ഒറ്റ വാക്ക് പറയുകയാണ്. ഞാൻ ഒരു വാക്ക് റദ്ദ് ചെയ്തില്ല. എന്താണോ ബഹുമാനപ്പെട്ട തിരുമേനിയുടെ പ്രസ്താവനയിലെ ഇടതുപക്ഷ വിരുദ്ധമായ ആശയം, ആ ആശയത്തിനാണ് ഞാൻ മറുപടി പറഞ്ഞത്. തിരുമേനിയോടുള്ള അനാദരവല്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിലൊരു പ്രതികരണം നടത്തുകയും തിരുമേനി അതിൽ വ്യക്തമാക്കുകയും ചെയ്തുകൊണ്ട് അവസാനിച്ചു എന്നാണ് ഞങ്ങളുടെ പക്ഷം. ഓക്കെ, അപ്പൊ അവനവനെതിരെ വന്നാൽ മാത്രമാണ് വിവരദോഷം. അങ്ങനെ നിൽക്കട്ടെ. ശ്രീ സന്ധ്യ വാര്യർ, സ്നേഹവും ബഹുമാനവും നിലനിർത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിനെതിരായ വിമർശനം. സ്നേഹവും ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി വിവരദോഷി എന്ന് വിളിക്കാൻ പറ്റുമോ? അല്ല, ഇവിടെ മാധു പലതവണ ചോദിച്ചു എന്താണ് CPM-ന്റെ അഭിപ്രായമാണോ തിരുമേനിയെ വിവരദോഷി എന്ന് വിളിച്ചത് CPM-ന്റെ അഭിപ്രായമാണോ എന്ന് ചോദിച്ചപ്പോൾ അനിൽകുമാർ അതിന് നൽകിയ ഉത്തരം അതെ എന്നാണ്. അപ്പോൾ പാർട്ടി നിലപാടാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് എന്ന് അനിൽകുമാർ വ്യക്തമാക്കി കഴിഞ്ഞു. അപ്പോൾ പാർട്ടി നിലപാടായിട്ട് CPM-ന്റെ നിലപാടായിട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സഭയുടെ പ്രധാനപ്പെട്ട ഒരു പുരോഹിതൻ വിവരദോഷിയാണ് എന്നൊരു നിലപാട് അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് വളരെ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് തർക്കമൊന്നുമില്ല, സംശയമൊന്നുമില്ല. ഇവിടെ ഇതിൻ്റെ ആത്യന്തികമായ കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. അദ്ദേഹം വലിയ അസ്വസ്ഥനാണ്. ഇപ്പോൾ അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ഈ തിരുമേനി ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് മതസാമുദായിക ശക്തികളെ പ്രീണിപ്പിക്കൽ എന്നുള്ളതാണ്. അദ്ദേഹം അത് പറയുന്ന സമയത്ത് വാസ്തവത്തിൽ അനിൽകുമാർ തന്നെ അതിൻ്റെ ഒരു രക്തസാക്ഷിയല്ല, അദ്ദേഹം ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയല്ലേ. മലപ്പുറത്ത് സ്ത്രീകൾ തട്ടം മാറ്റുന്നത് കൊണ്ട് CPM വളരുന്നു എന്ന രീതിയിൽ അനിൽകുമാർ നടത്തിയിട്ടുള്ള പരാമർശം, ആ പരാമർശം പിൻവലിച്ച് അദ്ദേഹത്തിന് മാപ്പ് പറയേണ്ട സാഹചര്യം CPM-നകത്തുണ്ടായില്ലേ? അപ്പോൾ CPM ആർക്ക് വേണ്ടിയിട്ടാണ് അനിൽകുമാറിനെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചത്? അനിൽകുമാർ നടത്തിയിട്ടുള്ള ഒരു ചർച്ചയ്ക്കിടെ നടത്തിയിട്ടുള്ള പരാമർശം അത് മലപ്പുറത്തെ മുസ്ലിം സ്ത്രീകൾക്കെതിരാണ് എന്ന് ആക്കി തീർത്ത് അനിൽകുമാറിനെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ച് ആ പ്രസ്താവന പിൻവലിപ്പിച്ചത് ഈ സാമുദായിക ശക്തികളെ പ്രീണിപ്പിക്കലാണ് എന്ന് ഈ നമ്മുടെ ബഹുമാനായിട്ടുള്ള തിരുമേനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അനിൽകുമാറെ നമുക്ക് എങ്ങനെയാ അതിനെ കുറ്റം പറയാൻ സാധിക്കുക? ഈ ഹമാസ് അനുകൂല പ്രകടനങ്ങൾ നടത്തുക, ഈ ഇസ്രായേലിലേക്ക് കടന്നു കയറി അവരുടെ വിശുദ്ധ ദിവസം അക്രമം നടത്തി ചെറിയ കുട്ടികളെ അടക്കം വധിക്കുകയും തട്ടിക്കൊണ്ടുപോവുകയും ക്രൂരമായി സ്ത്രീകളെ അടക്കം ബലാത്സംഗം ചെയ്യുകയും ചെയ്തിട്ടുള്ള ഹമാസ് തീവ്രവാദികളെ ന്യായീകരിച്ചുകൊണ്ട് ഉത്തര കേരളത്തിൽ ഉടനീളം ഹമാസ് അനുകൂല പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ള CPM-നെതിരായിട്ട് ക്രൈസ്തവ വിഭാഗത്തിനിടയിൽ വലിയ ആക്ഷേപമുണ്ട് എന്നല്ലേ ഇന്നിപ്പോൾ തിരുമേനി പറയുന്ന കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്? ഞങ്ങൾ ഇക്കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വലിയ തോതിലുള്ള കൺസോൾട്ടേഷൻ ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള ഉദാഹരണം ആ കൺസോൾട്ടേഷൻ വിജയത്തിലേക്ക് പോയത് നമ്മൾ തൃശ്ശൂരിൽ കണ്ടു. മറ്റ് പല ലോക്സഭാ മണ്ഡലങ്ങളിലും BJP-ക്ക് അനുകൂലമായിട്ടുള്ള വോട്ടായി അത് മാറുന്നു കണ്ടു. ബഹുമാനായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശനും ഇതേ കാര്യം ഒന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അനിൽകുമാർ എന്താ എതിർക്കാത്തത്? നാളെ പിണറായി വിജയൻ മുഖ്യമന്ത്രി പുറത്തു വന്ന് വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് ഇതുപോലെയുള്ള ഒരു അഭിപ്രായം രേഖപ്പെടുത്തുമോ? അങ്ങനെ ഇദ്ദേഹത്തിന് സാധിക്കും? ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്ന് വെള്ളാപ്പള്ളി നടേശനും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് കേരളത്തിൽ ഉടനീളം ഉയർന്നു വരുന്നൊരു വിമർശനമാണ്. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ കുറച്ചുകൂടി കടുത്ത ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട് CPM-നകത്ത് ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് പാർട്ടിക്കകത്തും ഭരണത്തിനകത്തും ഗവൺമെന്റിനകത്തും പ്രത്യേകമായിട്ടുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്താ അതിൽ CPM-ന്റെ മറുപടി എന്ന് പറയുന്നത്? CPM നടത്തിയിട്ടുള്ള മുസ്ലിം മത പ്രീണനം, ആ പ്രീണനമാണ് പരാജയത്തിന് കാരണമെന്ന് CPM-നകത്തുള്ളവർ തന്നെ വിശ്വസിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് ചില തിരുമേനിമാർ പറയുന്ന സമയത്ത് ക്രിസ്ത്യൻ വിഭാഗത്തിനെതിരെ ഒരു വലിയ വിദ്വേഷം വെച്ചുകൊണ്ട് മുന വെച്ചുകൊണ്ട് ഇത്തരത്തിൽ തിരുമേനിമാരെ ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു തരാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ പദവിയിലിരിക്കുന്ന ഒരാൾ അത്തരത്തിലുള്ള ആക്ഷേപം നടത്തുന്നത് കേരളത്തിന് യോജിച്ചതല്ല. അത്തരത്തിൽ ആക്ഷേപം ഒരാളും നടത്തരുത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ കസേരയിലിരിക്കുന്നയാൾ ക്രൈസ്തവ വിഭാഗത്തിന് വലിയ തോതിൽ ഇക്കാര്യത്തിൽ പ്രതിഷേധം ഉണ്ടാവും. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ സഭയ്ക്കകത്ത് വലിയ തോതിൽ മുഖ്യമന്ത്രിയുടെ ഈ പരാമർശത്തിനെതിരെ പ്രതിഷേധമുണ്ട്. ഇപ്പോൾ അത് പിൻവലിക്കാൻ അനിൽ പോലും തയ്യാറല്ല. അത് പാർട്ടി നിലപാടാണെന്ന് പ്രഖ്യാപിക്കുക കൂടി ചെയ്തിരിക്കും.
ചെയ്തിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഈ തിരുമേനിയുടെ മേൽ ചാർത്തപ്പെട്ടിട്ടുള്ള ഈ ആക്ഷേപം അത് അവിടെ തന്നെ നിലനിൽക്കുകയാണ്. നേരത്തെ താമരശ്ശേരി ബിഷപ്പിനെതിരെയും സമാനമായിട്ടുള്ളതോ ഇതിൽ കൂടുതലോ വലിയ ആക്ഷേപം പിണറായി വിജയൻ ചെയ്തതാണെന്നുള്ളത് നമ്മൾ മറക്കരുത്. ഓക്കെ, അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസ്, ഇപ്പോ നേരത്തെ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ നടത്തിയ പരാമർശം, അതായത് ആദ്യം ലീഗിനെ മടിയിലിരുത്തി എന്ന് പറഞ്ഞു, അതിനുശേഷം പറഞ്ഞു ലീഗിനെ അടുത്തിരുത്തി, SDP-യെ മടിയിലിരുത്തി, നിങ്ങൾ നടത്തുന്ന UDF നടത്തുന്ന വർഗീയ പ്രീണനം, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ എന്ത് ആക്ഷേപമാണോ ഉയർന്നത് അതേ ആക്ഷേപം UDF-നെതിരെയും കൂടി അദ്ദേഹം തിരിച്ചുവിടുകയാണ്. അപ്പോൾ ഈ പറയുന്ന വർഗീയ പ്രീണനം എന്ന വിമർശനം UDF-ന് കൂടി ബാധകമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇത് എന്നു മുതലാണ് അദ്ദേഹം അത് വ്യക്തമാക്കി ഒന്നുകൂടെ പറയേണ്ടതാണ്. കാരണം ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ കോൺഗ്രസിനാവില്ല. ലീഗിനെ വീണ്ടും ഇടതു മുന്നണിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഏതാനും മാസങ്ങൾക്ക് മുൻപ് സംസാരിച്ചത് ആരാണ്? LDF-ന്റെ കൺവീനറാണ്. അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മുടെ പൊതുസമൂഹത്തിന് മുമ്പിലുണ്ട്. അതിനെതിരായിട്ടാണോ അനിൽകുമാർ പറയുന്നതെന്ന് ആദ്യം വ്യക്തമാക്കണം. EP ജയരാജനും ശ്രീ അനിൽകുമാറിനും രണ്ട് അഭിപ്രായമാണോ ലീഗിനെ കുറിച്ചുള്ളത് എന്നുള്ളതാണ് ആദ്യം വ്യക്തമാക്കേണ്ടത്. ലീഗിനെ കുറിച്ച് വളരെ ശക്തമായി തങ്ങളോടൊപ്പം വരണമെന്നും ലീഗ് ഒരു മതേതര സ്വഭാവമുള്ള പാർട്ടിയാണെന്നും ഒക്കെ പറഞ്ഞിട്ടുള്ളത് CPM-ന്റെ അപ്പോൾ ലീഗിനെ ക്ഷണിക്കാൻ വേണ്ടി അത്തരം അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോഴെന്തുകൊണ്ടാണ് അനിൽകുമാർ ഇത് പറയുന്നത് എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കേണ്ട കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് ശേഷം അവർ ക്രിസ്ത്യൻ സമൂഹത്തെയും അതുപോലെ തന്നെ മുസ്ലിം സമൂഹത്തെയും ഒക്കെ ആക്ഷേപിക്കുകയാണ്. അവരുടെ ഭരണപരാജയം കൊണ്ട്, CPM-ന്റെ ഭരണപരാജയം കൊണ്ട് കേരളത്തിൽ CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇല്ലാതായിരിക്കുന്നു. CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകർ പോലും മാറി ചിന്തിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അവർ മതപരമായി ചിന്തിച്ചോ ഏത് രീതിയിൽ ചിന്തിച്ചു എന്നുള്ളത് അത് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ മാറി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് വോട്ടൊഴുകിയിട്ടുണ്ടെങ്കിൽ, അത് കോൺഗ്രസിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, അത് BJP-യിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികൾ നിങ്ങൾ തന്നെയാണ്. അതിനിപ്പോൾ ബിഷപ്പിനെ ചീത്ത വിളിച്ചിട്ട് കാര്യമില്ല, ലീഗിനെ ചീത്ത വിളിച്ചിട്ട് കാര്യമില്ല. മതപ്രീണനം നടത്തിയത് ആരാണ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ തന്നെ ആരാണ് BJP-യെ ഏറ്റവും അധികം സഹായിച്ചിരിക്കുന്നത്? മുഖ്യമന്ത്രി പിണറായി വിജയനല്ലേ? ഇവിടെ നമുക്കറിയാം BJP-യേക്കാൾ ഉപരി ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ തിരുമേനി പറയുന്നുണ്ട്, കൂർലോസ് തിരുമേനി പറയുന്നുണ്ട്, BJP-യേക്കാൾ ഉപരി കോൺഗ്രസിനെയും ഫാസിസത്തെയും എതിരെയും ധീരമായി പോരാടിയ രാഹുൽ ഗാന്ധിയെയും ടാർജറ്റ് ചെയ്തുകൊണ്ടുള്ള ഇടതുപക്ഷ പ്രചരണം മതേതര വിശ്വാസികളിൽ സംശയമുണർത്തി. ഇതാണ് പറഞ്ഞത്. ഇതിന് മറുപടിയാണ് CPM കണ്ടെത്തേണ്ടത്. അദ്ദേഹം പറഞ്ഞത് ഇതാണ്, മതേതര വിശ്വാസികളിൽ സംശയം ഉണർത്തിയത് ആരാണ്? ഏറ്റവും കറക്റ്റായുള്ള സ്റ്റേറ്റ്മെൻ്റാണ് കൂർലോസ് തിരുമേനി പറഞ്ഞിരിക്കുന്നത്. മതേതര വിശ്വാസികൾക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്, എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിക്കെതിരെ പറയാത്തത്. ഞാൻ ചോദിച്ചോട്ടെ, നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വന്ന് പ്രസംഗിച്ചപ്പോൾ മുഖ്യമന്ത്രിയെക്കുറിച്ചും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെക്കുറിച്ചും ആക്ഷേപിച്ച് സംസാരിച്ചല്ലോ. അവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് എല്ലാ കള്ളക്കടത്തും അത്തരത്തിലുള്ള കേസുകളും നടക്കുന്നതെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്ന് സംസാരിച്ചല്ലോ. ഇതൊക്കെ പറയുമ്പോഴും മോദിയെക്കുറിച്ചൊരു വാക്കു പറയുവാൻ തയ്യാറാകാതിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്കെതിരെ പറയുന്നത്? നമ്മൾ ആലോചിച്ച് നോക്കണം. ഇന്ത്യ മുന്നണിയോടൊപ്പം നിന്ന് മത്സരിക്കുന്ന, നമുക്കറിയാമല്ലോ, തമിഴ്നാട്ടിലും അതുപോലെ തന്നെ രാജസ്ഥാനിലുമൊക്കെ ഇപ്രാവശ്യം CPM-ന്റെ അംഗങ്ങൾ ജയിച്ചു വന്നത് എങ്ങനെയാണ്? കോൺഗ്രസിൻ്റെ വലിയ പിന്തുണയോടെയാണ് രാജസ്ഥാനിൽ ജയിച്ചു വന്നത്. 31,000 വോട്ട് മാത്രം ഉണ്ടായിരുന്ന ഒരു നിയോജക മണ്ഡലത്തിൽ CPM-ന്റെ സ്ഥാനാർത്ഥി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ഈ തെരഞ്ഞെടുപ്പിൽ 4.5 ലക്ഷം വോട്ടോടുകൂടി വിജയിച്ചെങ്കിൽ അവിടെ കോൺഗ്രസ് CPM-ന് വഴിമാറിക്കൊടുത്തു, അവരെ പിന്തുണച്ചുകൊണ്ടാണ് ജയിച്ചത്. അത്തരത്തിലൊരു തിരഞ്ഞെടുപ്പാണ് രാജ്യം ഒന്നാകെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, അത് ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞു വന്നത് ഇത്രയുമേ ഉള്ളൂ. അത്തരത്തിലൊരു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിൽ മാത്രം കേരളത്തിന്റെ മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിക്കെതിരെയും കോൺഗ്രസിനെതിരെയും സംസാരിക്കുകയാണ്, ഭാരതീയ ജനതാ പാർട്ടിയെ പിന്തുണയ്ക്കുകയാണ്. അതിന്റെ റിസൾട്ട് അതാണ് തൃശ്ശൂർ നമ്മൾ കണ്ടത്. അതുകൊണ്ടാണ് CPM-ൽ നിന്നുള്ള വോട്ട് മുഴുവൻ BJP-യിലേക്ക് ഒഴുകിപ്പോയത്. അത് സ്വയം വിചിന്തനം ചെയ്ത് മനസ്സിലാക്കേണ്ടതിന് പകരം അതിന്റെ യാഥാർത്ഥ്യ ബോധത്തോടെ അത്തരം കാര്യങ്ങളിലേക്ക് വരുമ്പോൾ, അത്തരം കാര്യങ്ങൾ ഇടതുപക്ഷവുമായി ചേർന്ന് നിൽക്കുന്ന
ആരെങ്കിലും ആത്മവിമർശനപരമായി പറഞ്ഞാൽ അത് പോസിറ്റീവായി കാണേണ്ടതിന് പകരം അവരെ ചീത്ത വിളിക്കുക, പിന്നെ ചീത്ത വിളിക്കുക, ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുക എന്നുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യമായി ചെയ്യുന്നതല്ല. അതിവിടെ എൻ്റെ സഹ പാനലിസ്റ്റ് സൂചിപ്പിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവമാണിത്. അദ്ദേഹം മുഖ്യമന്ത്രിയാണെന്നുള്ള ബോധ്യം ഇപ്പോഴും ഉണ്ടായിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും പാർട്ടി സെക്രട്ടറി ആണെന്നുള്ള ധാരണയിലാണ് സംസാരിക്കുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രിയായി ഉയരുന്ന സാഹചര്യത്തിൽ മാത്രമേ കേരളത്തിന് ഒരു മുഖ്യമന്ത്രിയെ ലഭിക്കുകയുള്ളൂ. അത് മനസ്സിലാക്കേണ്ടത് CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഇടതുപക്ഷം തകരുന്നതിൽ വിഷമിക്കുന്ന ഒരു വലിയ ജനസമൂഹം ഇപ്പോഴും കേരളത്തിലുണ്ട്. ഫേസ്ബുക്ക് പോസ്റ്റ് ഇത്തിരി ദീർഘമാണ്, അതിദീർഘമല്ല എന്നിരുന്നാലും ഇപ്പോൾ അതിൽ അദ്ദേഹം അവസാനം പറയുന്ന ചില കാര്യങ്ങളാണ് ഈ പറയുന്ന പ്രളയവും മഹാമാരിയും എപ്പോഴും രക്ഷയ്ക്കെത്തണമെന്നില്ല, കിറ്റു രാഷ്ട്രീയത്തിൽ ഒന്നിലധികം പ്രാവശ്യം ജനങ്ങൾ വീടില്ല എന്ന് പറയുന്നത്. ഈ 2 ലൈൻ ഒഴികെ നേരത്തെ ഞാൻ ദീപ്തി മേരി വർഗീസിനോട് അദ്ദേഹം പറഞ്ഞ വിമർശനങ്ങൾ എണ്ണി പറഞ്ഞൊന്നും കേട്ട് കാണുമല്ലോ. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ദീപ്തി മേരി വർഗീസ് ഉന്നയിച്ച രാഹുൽ ഗാന്ധിയെ ടാർഗറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അത് എങ്ങനെയാണ് വിശ്വാസികൾ, അതായത് മതേതര വിശ്വാസികളിൽ സംശയമുണ്ടാക്കിയത് എന്നുള്ള കാര്യം, ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അപ്പാട വിവരദോഷം എന്നാണോ അതോ ഈ പറയുന്ന പ്രളയം മഹാമാരി കിറ്റു രാഷ്ട്രീയം ഈ 3 പരാമർശങ്ങൾ മാത്രം വിവരദോഷമാണ് എന്നാണോ പാർട്ടിയും മുഖ്യമന്ത്രിയും വിലയിരുത്തുന്നത്? ഒരു കാര്യത്തിൽ വ്യക്തത ഉണ്ടാകണം. ഈ രാജസ്ഥാനിലെ 35,000 വോട്ട് മാത്രമുള്ളൊരു മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്തിനാണ് ഇവർ പിന്തുണ കൊടുത്തത്? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിന്തുണ ഇല്ലായിരുന്നല്ലോ. ഞങ്ങൾ അങ്ങോട്ടും പിന്തുണച്ചില്ല, നിങ്ങൾ ഇങ്ങോട്ടും പിന്തുണച്ചില്ല. 17 ഞങ്ങൾക്ക് എത്ര വോട്ട് കിട്ടിയെന്നറിയാവോ? ഞാൻ പറയട്ടെ, ഞങ്ങൾക്ക് ഒരു സീറ്റിൽ 1,02,000 വോട്ട് കിട്ടി. കാര്യം പറയാൻ പാടില്ലല്ലോ. ദയവായി ഞാൻ പറയുമ്പോൾ ഇടപെടരുത്. മാധു, എനിക്കാണോ സമയം? അങ്ങയുടെ സമയമാണ്. ഞാൻ പറയുമ്പോൾ ഇടപെടരുത് ദയവായി. ഞാൻ പറയാം, രാജസ്ഥാനിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 3.25 ലക്ഷം വോട്ടിന് തോറ്റ സീറ്റാത്. അവിടുത്തെ 4 മണ്ഡലങ്ങളിൽ ഞങ്ങൾ 2ാം സ്ഥാനത്താണ്, കോൺഗ്രസ് 3ാം സ്ഥാനത്താണ്. ഞാൻ കണക്കങ്ങോട്ട് തരാം. നിങ്ങളുടെ ഒരു 35,000 എഴുന്നള്ളിയിരിക്കുന്നു. അതുകൊണ്ട് പച്ചക്കള്ളം പറയുമ്പം അങ്ങനെ ദയവായിട്ട് ആരെങ്കിലും പറയുന്നത് കേട്ട് ഇറങ്ങിത്തിരിക്കരുത്. വേണേൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇനി രണ്ടാമത്തെ കാര്യം, അമറാറാം എന്ന് പറയുന്ന ആളാരാ? ഇന്ത്യയുടെ കർഷക പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ്. അവരാണ് സമരം നടത്തിയത്. രാഹുൽ ഗാന്ധി എവിടെ പോയപ്പോഴത്തേക്കുവാ? ഞാൻ പറയണോ? എന്നെക്കൊണ്ട് പറയിപ്പിക്കണോ? ആ അമറാബാബ ജയിച്ചത് കേട്ടോ. അതുകൊണ്ട് സൗജന്യം ഒന്നും തരണ്ട. പിന്നെ അരവിന്ദ് കെജ്രിവാളിനെ എന്തിന് അടയ്ക്കുന്നില്ല എന്ന് മോദിയോട് ചോദിച്ചത് ആരാ? രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹം ഇന്ത്യയെ നയിക്കുന്ന ആളാണ്, ഇന്ത്യ മുന്നണി നയിക്കുന്ന ആളാണ്. ഈ കെജ്രിവാളിനെ പിടിച്ചെന്നെ അകത്തിടാത്തത്? സിസോദിയെ പിടിച്ച് അകത്തിട്ട് ബാക്കി കെജ്രിവാളിനെ പിടിച്ച് അകത്തിടണ്ടേ എന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചോ? അതേ ചോദ്യം കേരളത്തിൽ വന്ന് പിണറായി വിജയനെ എന്തുകൊണ്ട് പിടിച്ചകത്തിടുന്നില്ല എന്ന് മോദിയോട് ചോദിച്ചോ രാഹുൽ ഗാന്ധി? അത് ബഹുമാനപ്പെട്ട മാധു കേട്ടോ? അങ്ങനെ പിണറായി വിജയനെ ജയിലിലടക്കണമെന്ന് രാഹുൽ ഗാന്ധി പറയുകയും ആ രാഹുൽ ഗാന്ധി ദേശീയ നേതാവാണ്. ആ രാഹുൽ ഗാന്ധിക്ക് മറുപടി പറഞ്ഞാൽ ഉടനെ മതനിരപേക്ഷ വിശ്വാസികളെല്ലാം അപ്പുറം പോകുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജയിലിൽ കിടന്നാലാണോ ഞങ്ങൾ ജയിക്കുന്നത്? അങ്ങനെ ജയിലിൽ കിടക്കേണ്ട ഒരു കുറ്റവും കേരളത്തിലെ മുഖ്യമന്ത്രിയോ പാർട്ടിയോ ചെയ്തിട്ടില്ല. സ്വർണ്ണക്കള്ളക്കടത്ത് മുതൽ ഞങ്ങൾക്ക് ചാർത്തി തന്ന ഏറ്റവും അവസാനത്തെ വിദേശ അക്കൗണ്ട് വരെ ചാർത്തി തന്നതെല്ലാം കളവാണ്. കുഴൽനാടൻ ചാർത്താൻ ഉദ്ദേശിച്ച് തിരിച്ചടി കിട്ടിയില്ലേ? അതും പച്ചക്കള്ളാണ്. അതുകൊണ്ട് ഞങ്ങൾക്കെതിരെ എന്തും പറയാൻ രാഹുൽ ഗാന്ധിക്ക്, കോൺഗ്രസിന്. ഞങ്ങൾ തിരിച്ചും മറുപടി പറഞ്ഞാൽ മതനിരപേക്ഷ വിശ്വാസികളെല്ലാം അങ്ങ് പോകും. അയ്യോ, അതെന്തൊരാഖ്യാനാണ്? ഇന്നലെ രാഹുൽ ഗാന്ധി കർണാടകത്തിൽ പറഞ്ഞു, കർണാടകത്തിലെ കോൺഗ്രസ്. ഞാൻ പറയട്ടെ സാർ, ഇവിടെ വന്നതിന് മറുപടി പറയണ്ടേ? നിങ്ങൾ രണ്ടാൾ പറഞ്ഞതിന് മറുപടി പറയണ്ടേ? രാഹുൽ ഗാന്ധി വയനാട്ടിൽ ഇന്നലെ ഒരു പ്രസംഗം, വയനാട്ടിലില്ല കർണാടകത്തിൽ, വയനാട്ടിലെ കോൺഗ്രസ് എംപിമാർ കേന്ദ്രത്തിൽ പോയി അവിടുത്തെ സംസ്ഥാന സർക്കാരിനോടുള്ള അവഗണനയ്ക്കെതിരെ പൊരുതണം. ഇന്നത്തെ ഹിന്ദുവിലെ വാർത്തയുണ്ട്, മാതൃഭൂമിയിലില്ല. ഞാൻ ചോദിക്കുന്നത്, ഇന്നലെ കർണാടകത്തിൽ പറഞ്ഞ കേരളത്തിൽ 5 കൊല്ലത്തിനിടയ്ക്ക് അദ്ദേഹം പറഞ്ഞു, ലോകസഭയിൽ അദ്ദേഹം പറഞ്ഞു, കേരളത്തെ കേന്ദ്രം ദ്രോഹിച്ച് 5 കൊല്ലക്കാലവും വയനാട് എം പി രാഹുൽ ഗാന്ധി മിണ്ടിയില്ല എന്ന് ഞങ്ങൾ പറയുന്നത് മതനിരപേക്ഷ വിശ്വാസികളുടെ വോട്ട് കളയുമോ? രാഹുൽ ഗാന്ധി ഞങ്ങളുടെ മുമ്പിൽ വയനാട് എം പിയാണ്. അദ്ദേഹം കേരളത്തിന് വേണ്ടി മിണ്ടിയില്ല എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് പറയണ്ടേ? അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ കേന്ദ്രത്തിൽ മിണ്ടിയില്ല എന്ന് പറയണ്ടേ? ഇനി 157 കോടി രൂപയുടെ അഴിമതിക്ക് കോൺഗ്രസിൻ്റെ ഒരു മന്ത്രി മിനിങ്ങാന്ന് അവിടെ രാജിവെച്ചു.
അപ്പം നരേന്ദ്രമോദിയോട് ചോദിക്കാം, ദേ സിദ്ധരാമയ്യ എന്താ പിടിച്ചകത്തിലാത്തത്? 157 കോടി രൂപയാണ് കോൺഗ്രസിന്റെ അഴിമതി. മന്ത്രി രാജിവെച്ചിരിക്കുന്നു കർണാടകത്തിൽ. നിങ്ങൾ ഈ സിദ്ധരാമയ്യെ പിടിക്ക്. രാഹുൽ ഗാന്ധിയെ പറയുന്ന വ്യക്തി ടാർഗറ്റ് ചെയ്യുന്നത് മതനിരപേക്ഷ വിശ്വാസികളെ സംശയം ഉണ്ടാക്കി എന്ന് പറയുന്നതും വിവരദോഷത്തിന്റെ പട്ടികയിൽപ്പെടുന്നതാണ് അല്ലേ? ദയവായി കേൾക്കൂ. അങ്ങ് ഒരു കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അല്ല, കൺക്ലൂഷൻ ഞാൻ പറയാം. രാഹുൽ ഗാന്ധിയെ ഞങ്ങൾ ടാർഗറ്റ് ചെയ്തില്ല. യഥാർത്ഥത്തിൽ ടാർഗറ്റ് ചെയ്ത് ആരെയാണ്? പിണറായി വിജയനാണ്. രാഹുൽ ഗാന്ധിയും കോൺഗ്രസും യാതൊരു അടിസ്ഥാനമില്ലാതെ പിണറായി വിജയനെ ടാർഗറ്റ് ചെയ്യുകയും മുഖ്യമന്ത്രി പിണറായി വിജയനെ ടാർഗറ്റ് ചെയ്തു, മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-ഉം രാഹുൽ ഗാന്ധിയെ ടാർഗറ്റ് ചെയ്തു എന്ന് പറയുന്നത് വിവരദോഷം അല്ലേ? അല്ലല്ല, ഞാൻ പറഞ്ഞ അങ്ങനല്ല. ഞാൻ പറയാത്തൊരു കാര്യം മാധുവിന് ഇങ്ങനെ മനസ്സിലായി. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് എനിക്ക് മറുപടി പറയുകയാണെന്നാണ്. ഞാൻ പറയാത്തൊരു കാര്യം മനസ്സിലാക്കാൻ മാധുവിന് കഴിവെന്ന് പറയുന്ന കാര്യങ്ങൾ ഞാൻ എന്റെ ചോദ്യവുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് പല ചോദ്യങ്ങൾ ചോദിക്കുന്നു. അങ്ങ് ഇന്ത്യ മഹാരാജ്യത്തിന് കീഴിലുള്ള പല കാര്യങ്ങൾ പറയുന്നതിനപ്പുറത്ത് എന്റെ മറുപടി പറയുന്നില്ല. അതുകൊണ്ട് ഒരു മറുപടി കിട്ടിയെങ്കിൽ എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ അങ്ങ് പറയുന്നത് എന്റെ ക്വസ്റ്റ്യനുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അതെ, എന്റെ മറുപടി നാട്ടുകാർക്ക് മനസ്സിലാവും. ഇനി ഞാൻ അടുത്ത ചോദ്യം ചോദിക്കാം. SDP-യെ കുറിച്ച് ഞാൻ പറഞ്ഞതിന് എന്താ കോൺഗ്രസ് നേതാവിന്റെ മറുപടി? എന്താ കേൾക്കാഞ്ഞത്? SDP അഭികാമ്യമായ രാഷ്ട്രീയ പാർട്ടിയാണോ? കുന്തിരിക്കം കരുതിക്കോ അവലും മറ്റും കരുതിക്കോ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മുസ്ലിം സമൂഹത്തെ കൊലയ്ക്ക് കൊടുക്കുന്ന വിധം ഹിന്ദു വിഭാഗങ്ങളിലും ക്രിസ്ത്യൻ വിഭാഗങ്ങളിലും മനുഷ്യർക്ക് മുമ്പിൽ ഞങ്ങൾ കൊല്ലാൻ വന്നവരാണ് എന്ന പ്രതീതി ഉണ്ടാക്കുന്ന ഒരു മുദ്രാവാക്യം വിളിച്ചൊരു കൂട്ടർ. അവരെ മുഖ്യമന്ത്രിയുടെ ദീപ്തി മേരി വർഗീസ് ഞാൻ ചോദിച്ച കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞില്ലെങ്കിലും അങ്ങ് ചോദിച്ച കാര്യങ്ങൾക്ക് ദീപ്തി മേരി വർഗീസ് മറുപടി പറയണം എന്ന് അങ്ങേക്ക് നിർബന്ധ ബുദ്ധിയുള്ള സ്ഥിതിക്ക് നമുക്ക് ദീപ്തി മേരി വർഗീസിനോട് അടുത്ത കൂട്ടത്തിൽ പറയാം. അവരെങ്കിലും മറുപടി പറയുന്നത് ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഇടവേള. അല്ലല്ല, എന്റെ തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. ശ്രീ സന്ധ്യവാര്യർ 2 മിനിറ്റ് വീതമാണ്. 2 പേരിലേക്ക് വരണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീ സന്ധ്യവാര്യർ, ഇപ്പോൾ ഗീവർഗീസ് മാർ കൂറിലോസ് മെത്രാപ്പൊലീത്ത ഈ സംഭവ വികാസങ്ങളെ തുടർന്നുള്ള പ്രതികരണങ്ങൾ അവസാനിപ്പിച്ച സ്ഥിതിക്ക് ഈ വിവാദവും ഇവിടെ അവസാനിച്ചു എന്നുള്ളതാണ് സർക്കാരിന്റെയും പാർട്ടിയുടെയും നിലപാട്. ഏറെക്കുറെ ഇന്നത്തോടുകൂടി ഈ വിഷയം ചർച്ചയില്ലാതെ പോവുകയും ചെയ്യും. ഇതിനുശേഷം ചർച്ച ചെയ്യപ്പെടില്ലായിരിക്കാം. പക്ഷെ നാളെയും ഇത് സംഭവിക്കും. കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്ക് എന്തു പറയണം, എവിടെ പറയണം, എങ്ങനെ പറയണം എന്നത് സംബന്ധിച്ച് ഒരു ഉത്തരവാദിത്ത ബോധമുള്ള സമീപനമില്ല എന്നതിന് ഏറെ ഉദാഹരണങ്ങളുണ്ട്. ഇപ്പം അങ്ങ് തന്നെ പറഞ്ഞ പല പരാമർശങ്ങൾ അതിൻ്റെ ഉദാഹരണങ്ങളുമാണ്. ഇത് നിരന്തരം എല്ലാ വാക്കുകളുടെയും രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന, എല്ലാ കാര്യങ്ങളിലും രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ടാണ് ഇത്ര ആധികാരികമായി ഇത് പറയാൻ കഴിയുന്നത്, ചോദ്യം ചെയ്യപ്പെടില്ല എന്ന് ഉറച്ച വിശ്വാസം ഉണ്ടാകുന്നത് എന്നുള്ളത് അത്ഭുതമാണ്. ഇന്നിപ്പോ മാധു ഒരു ഡബിൾ ബാരൽ ഗണ്ണെടുത്ത് അനിൽകുമാറിന്റെ നേരെ പോയിന്റ് ബ്ലാങ്കിൽ ചൂണ്ടി ചോദ്യം ചോദിച്ചാലും അനിൽകുമാർ ഒരു ഉത്തരവും പറയാൻ പോകുന്നില്ല. പണ്ട് ഇതുപോലെ ഒരു വിഷയത്തിൽ ഉത്തരം പറഞ്ഞതിന്റെ പേരിലാണ് അനിൽകുമാറിന് മാപ്പ് പറയേണ്ടി വന്നത്. അതുകൊണ്ട് അദ്ദേഹം ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ സംരക്ഷിക്കുന്ന നിലപാട് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അദ്ദേഹം ഒരു ചോദ്യത്തിന് ഉത്തരം തരാൻ പോകുന്നില്ല. മാധു നാളെ നേരം പുലരുന്നത് വരെ ഇത് ചോദിച്ചാലും ഇതേ ഉത്തരം തന്നെ അനിൽകുമാർ തരാൻ പോകുന്നുള്ളൂ. 1. 2, എന്തുകൊണ്ടാണ് ഈ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരില്ല, അല്ലെങ്കിൽ ഞങ്ങൾ 5 വർഷവും തുടർച്ചയായി ഭരിക്കുമെന്ന് ഞങ്ങൾക്ക് ആത്മവിശ്വാസമുള്ളത് എന്ന് ഈ ചർച്ച കാണുന്ന ആളുകൾക്ക് ബോധ്യപ്പെട്ടുണ്ടാവും. ഞങ്ങൾ നാളെ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ്. NDA മുന്നണി നാളെ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നു. പക്ഷേ ഈ ഇന്ത്യ മുന്നണിക്കാർ അധികാരത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ പരസ്പരം ഇപ്പോൾ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയല്ലേ. രാജസ്ഥാനിൽ ആരുടെ വോട്ട് കൊണ്ടുവച്ചു, തമിഴ്നാട്ടിൽ ആരുടെ വോട്ട് കൊണ്ടുവച്ചു, നിങ്ങൾക്ക് ഇത്രയല്ലേ ശക്തിയുള്ളൂ, ഞങ്ങളല്ലേ വോട്ട് തന്നത്, നിങ്ങളവിടെ വന്ന് ഞങ്ങളുടെ നേതാവിനെ കുറ്റം പറയുകയല്ലേ. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പൊതു ചർച്ചാ വേദിയിൽ പരസ്യമായി തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുന്ന ഇവരാണോ ഈ രാജ്യം ഭരിക്കാൻ പോകുന്നത്? അതുകൊണ്ട് തന്നെയാണ് ഇവർ ഒരിക്കലും രാജ്യത്ത് അധികാരത്തിൽ വരില്ല എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്. മറ്റൊന്ന്, മാധു ചോദിച്ച കാര്യം ചില പദപ്രയോഗങ്ങൾ, നമ്മുടെ പൊതുസമൂഹത്തിൽ നടത്തുന്ന ചില പദപ്രയോഗങ്ങൾ, അത് വാസ്തവത്തിൽ സാധാരണഗതിയിൽ ഒരു ഇലക്ഷൻ റെട്ടറിക്കിന്റെ ഭാഗമായിട്ടൊക്കെ പലതും പറയാറുണ്ട്. പക്ഷേ ഒരു പദവിയിലിരിക്കുന്നയാൾ, മുഖ്യമന്ത്രി പദവിയിലിരിക്കുന്നയാൾ, സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു മതസാമുദായിക സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒരാളെ കുറിച്ച് ഇത്തരത്തിൽ പദപ്രയോഗം നടത്താൻ പാടുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇതറിയാത്തയാളൊന്നുമല്ല പിണറായി വിജയൻ. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരായി വിമർശനം ഉന്നയിക്കുമ്പോൾ എന്തേ മുഖ്യമന്ത്രി മറുത്തൊന്നും പറയാത്തത്?
ഇപ്പൊ മുഖ്യമന്ത്രിയുടെ പ്രശ്നം ക്രൈസ്തവ സമൂഹത്തിന്റെ വോട്ടാണ്, നിലപാടാണ്. ശരി, ക്രൈസ്തവ സമൂഹത്തിനെതിരായിട്ട് ഉള്ളിൽ പതഞ്ഞു പൊങ്ങിയിട്ടുള്ള അമർഷം ഇതുപോലെ ഒരു മിനിറ്റ് എന്റെ കയ്യിലുള്ളൂ. അതുകൊണ്ടൊന്ന് പറയണേ ശ്രീ സന്ദീപ് വാര്യർ. ദീപ്തി മേരി വർഗീസ് SDPI പരാമർശം നടത്തിയതിന് അങ്ങ് മറുപടി പറഞ്ഞില്ല എന്നതൊരു കാര്യമാണ്. സന്ദീപ് വാര്യർ എടുത്തൊരു പരാമർശം എന്ന് പറയുന്നത് നേരത്തെ പറയുന്നു ലീഗിനെയും SDPIയും അടുത്തിരുത്തിക്കൊണ്ട് വർഗീയ പ്രീണന നയമാണ് UDF നടത്തുന്നത്. അപ്പോൾ BJP തിരിച്ചു ചോദിക്കും, അങ്ങനെ വർഗീയതയ്ക്ക് വേണ്ടി നിലനിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ചേർന്നാണോ ഇന്ത്യ മുന്നണി രൂപീകരിച്ചത് എന്ന്? അവനവന്റെ മുന്നണിയെ തള്ളിപ്പറയാനല്ലേ ഇതാ? ഈ അനിൽകുമാറിനെ സംബന്ധിച്ച് ഇന്ന് ഉത്തരം പറയാനില്ല. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വലിയ കെണിയിലാണ് കൊണ്ട് അനിൽകുമാറിനെയും പാർട്ടിയും കൊണ്ട് എത്തിച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് ചക്കെന്ന് പറയുമ്പോൾ കൊക്കെന്ന് പറയുക. അദ്ദേഹത്തിന് എന്താ അവകാശമുള്ളത് SDPIയുടെ കാര്യം UDFുമായി ചേർത്ത് പറയാൻ? കോൺഗ്രസോ UDFിൻ്റെ ഏതെങ്കിലും കക്ഷികളെ SDPIയെ ക്ഷണിച്ചിട്ടുണ്ടോ? അവർ സ്വമേധയായി എത്രയോ ആളുകൾ വോട്ട് ചെയ്തിരിക്കുന്നു കോൺഗ്രസിന്. അത്തരത്തിലുള്ള എന്തെങ്കിലും ചർച്ച നടത്തിയോ? SDPIയുടെ പ്രധാനപ്പെട്ട ആളുകൾ തന്നെ പറഞ്ഞല്ലോ, ഒരു ചർച്ചയും നടന്നിട്ടില്ല. ഞങ്ങൾ തീരുമാനിക്കുന്നു BJP എന്ന വർഗീയ ശക്തിക്കെതിരെ രാജ്യമൊന്നാകെ രാജ്യത്തുള്ള നിരവധി ആളുകൾ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ചെയ്തിട്ടുണ്ടാകും. അല്ലാതെ UDFോ കോൺഗ്രസോ അവരെ ക്ഷണിച്ചിട്ടോ അല്ലെങ്കിൽ ഈ മുന്നണിയിലോ ഇല്ല. ഇവിടെയുള്ള മുന്നണിയിലുള്ളത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് മാത്രമാണ് ഞങ്ങളോടൊപ്പം ഉള്ളത്. അവരെയാണ് വർഗീയവാദികളെന്ന് നിങ്ങളിപ്പോൾ പറഞ്ഞത്. താങ്കളുടെ നേതാക്കന്മാർ പറയുന്നു മുസ്ലിം ലീഗ് നിങ്ങളുടെ മുന്നണിയിലേക്ക് വരണമെന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്നു മുസ്ലിം ലീഗ് വർഗീയവാദികളാണ് എന്ന് പറയുന്നു, മുസ്ലിം ലീഗ് ശരിയല്ലാത്തവരാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും അനിൽകുമാർ പറയാൻ നിൽക്കണ്ട. കോൺഗ്രസിന്റെ തലയിൽ അങ്ങനെ കെട്ടി വെക്കാനും നോക്കണ്ട. നിങ്ങൾ കാണിക്കുന്ന വർഗീയത, നിങ്ങൾ സെറ്റിൽമെന്റ് നടത്തുന്നത്, നിങ്ങൾ BJPയുമായി സെറ്റിൽമെന്റ് ഈ തെരഞ്ഞെടുപ്പിൽ ഈ കേരളത്തിൽ പലയിടങ്ങളിൽ നടത്തിയത്, അതിന്റെ കാരണം എന്താണെന്നൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഇവിടെ നടന്ന കേസുകൾ ക്ഷമിക്കണം, സമയം പൂർണ്ണമായും പൂർത്തിയാകുകയാണ്. സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ഒരു ചടങ്ങിൽ വെച്ചാണ് ഇത്രയും ഗുരുതരമായ ഒരു പരാമർശം അധിക്ഷേപ സ്വരത്തിൽ ഒരു പുരോഹിതന് നേരെയുണ്ടാകുന്നത്. അത് ഞാൻ വീണ്ടും അത് പറയാൻ കാരണം വിവരദോഷി എന്ന് വിളിക്കുന്നത് അധിക്ഷേപമല്ല എന്ന് നാളെ പറയുകയാണെങ്കിൽ നമുക്ക് തിരുത്താം എന്ന് വിചാരിച്ചിട്ടാണ്. എന്തായാലും വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.